അമേരിക്ക എന്തുകൊണ്ടാണ് ലോകശക്തി എന്ന് പറയുന്നത്? ദാറ്റ്സ് എ നമ്പർ എക്കോണമി. അല്ലാണ്ട് അവിടെ ആൾക്കാരാണ്, ഇവിടെ ആൾക്കാർ, എല്ലായിടത്തും ആൾക്കാർ തന്നെയാണ്. സ്പെയിനിൽ ലൈക്കയുടെ ബിസിനസ് വിറ്റു. സ്പെയിനിൽ ലൈക്കയ്ക്ക് 1.8 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒറ്റ മാർക്കറ്റ് മാത്രം അവർ 3 കൊല്ലം മുന്നേ വിറ്റത് $407 മില്യൺ. ടു ബി ഫ്രാങ്ക്, ഇന്ന് എന്ത് എത്തി നിൽക്കുമ്പോൾ എന്ത് പോകുന്നതും ദാറ്റ്സ് ബിക്കോസ് ഓഫ് എ ടീം. അല്ലാണ്ട് ഒരിക്കലും ഒരു കാര്യം ഒറ്റയ്ക്ക് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ലിറ്ററലി ഒരു സേയിങ് ഉണ്ട്, ഇഫ് യു നെവർ ആസ്ക് ദി ആൻസർ ഇസ് ഓൾവേസ് നോ. ചോദിച്ചാൽ അത് പ്രോബബിലിറ്റി 50%. പറയുന്നത് കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് അറിയില്ല, എന്നാൽ പോലും കോൺട്രവേഴ്സീസ് നമ്മളെ മെയിൻ. എപ്പോഴാണ് നിരോധിച്ചതെന്നുള്ളതാണ് ടൈമിംഗ് ആണ് അതിൻ്റെ കറക്റ്റ് ക്വോഷ്യന്റ്. നവംബർ 8 നവംബർ 9 UP ഇലക്ഷൻ നടക്കുന്നത്. ബാക്കി പാർട്ടീസിന്റെ കയ്യിലുള്ള കറൻസി അവർക്ക് അറിയില്ല ഇത് നോട്ട് എടുക്കാൻ പോകാന്നില്ല. അപ്പോൾ അവരുടെ ഹാർഡ് മണി അവർക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. നമുക്ക് എപ്പോഴും കമ്പനി ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ലിസ്റ്റ് തരും. അങ്ങനെ തന്ന ലിസ്റ്റിൽ ഒരാളായിരുന്നു മിസ്റ്റർ ബോച്ചെ, ബോച്ചെ. ഈസ് ബോബി ചെമ്മണൂർ, ഈസ് ദ ബോസ്. ഞാൻ പി ആണ്, തോമസ് ചേട്ടൻ ഡ്രൈവറാണ്. വി ഓൾ ഹാവ് എ സിമിലർ സ്റ്റാൻഡേർഡ് റൂം. എന്നെ വിശ്വസിച്ച് കടന്നുറങ്ങുന്ന 600 കുടുംബം ഉണ്ടെന്ന്. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആ ഒരു സൈഡ് ഓഫ് ബോച്ച് പലരും കാണില്ല, ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു എക്സ്പോസ് ദാറ്റ് പാർട്ട്. സ്പെയിനിലെ കുറേ കമ്പനികളിൽ നിന്നും പൈസ ഒന്നിച്ച് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഇവിടുന്ന് ഇസ്താംബുളിലേക്ക് എവിടേക്കോ ആരോ ട്രാൻസ്ഫർ ചെയ്തു. 9 ഉണ്ട് അതിൻ്റെ കൂടെ. ഫ്രോഡുലൻസിയ ട്രാൻസ്പറൻസിയാണ് എഴുതിയിട്ട്. അപ്പോഴേ തോന്നി പണി വാളി എവിടെയോ രജിസ്റ്റർ ഉണ്ടോ, വരുന്നു കയ്യാമം വെക്കുന്നു കൊണ്ടുപോകണു, എന്താണെന്ന് അറിയില്ല. വേൾഡ് വാർ 3 ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഹിറ്റ് ചെയ്യുന്ന കൺട്രീസിൽ ഒന്നാണ് പോളണ്ട് എന്നുള്ളതാണ്. അതായത് യു ഗോട്ട് one life to live. അതെ, when you realize it, you start living. ലിസണേഴ്സ്, വെൽക്കം ടു ആർച്ചീസ് പോഡ്കാസ്റ്റ്. അങ്ങനെ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, പോളണ്ടിലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് മാൻ ആണ് ചന്തുചേട്ടൻ. വെൽക്കം ടു ആർച്ചീസ് പോഡ്കാസ്റ്റ്. നമുക്ക് നിരന്തരമായിട്ട് നമ്മളെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്, ഭയങ്കര പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞ, ബിസിനസ്സിന് പറ്റിയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, വളരെ നോളജബിൾ ആയിട്ടുള്ള, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന ചന്തുചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ നല്ലൊരു പെർസ്പെക്റ്റീവിനെ കിട്ടാണ്ട്. ചന്തുചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. ഈ പറഞ്ഞ പൈസ ഉണ്ടാക്കൽ ആദ്യം എത്ര പൈസ കളഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, എന്നിട്ടല്ലേ ഉണ്ടാക്കല്. ഓക്കെ. അപ്പോൾ ചന്തുചേട്ടൻ ഇപ്പോൾ പോളണ്ടിൽ ഒരുപാട് ബിസിനസ് നടത്തുന്നുണ്ട്, ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇവിടെ പോളണ്ടിൽ എത്തിയത്? അതിൻ്റെ ഒരു സ്റ്റോറി എന്താണ്? പോളണ്ടിലെത്തിയത് ആക്ച്വലി ലൈക്ക മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നത്. 2011 മെയിലാണ് ആദ്യത്തെ പ്രാവശ്യം പോളണ്ടിൽ വരുന്നത് ടു സ്റ്റഡി ദ മാർക്കറ്റ്. അതിന് മുന്നേ ഞാൻ സ്പെയിനിലായിരുന്നു. സ്പെയിനിൽ പഠിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഫസ്റ്റ് കിട്ടിയ ഒരു കോർപ്പറേറ്റ് ജോലിയായിരുന്നു ലൈക്കയുടെ. ആൻഡ് ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈക്കയുടെ ഒരു സ്ട്രക്ചറിൽ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ CV ബേസ് ആയിട്ട് നിങ്ങൾ ഇതാണ് പഠിച്ചത് ഇന്ന ജോലി എന്നുള്ളതില്ല. ലൈക്കയുടെ ഏത് മാനേജേഴ്സ്, എന്നിരിക്കുന്ന ഏജ് മാനേജേഴ്സ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രീറ്റ് സെയിൽസ് എന്ന്. സോ ആദ്യം നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇരുന്ന് ചോദ്യങ്ങളുള്ളതല്ല. അവർ ബഞ്ച് ഓഫ് കാർഡ്സ് തരും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്ര കാർഡ്സ് വിറ്റ് കൊണ്ടുവരണം. സോ ഒരു 5 പേര് 10 പേര് ഇൻ്റർവ്യൂവിന് വന്നാൽ യു ആൾ ബീങ് സെൻഡ് ടു സെൽ. കഴിഞ്ഞ് വരുന്നതിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന പെർഫോമൻസിലാണ് അവർ നമുക്ക് അടുത്ത റോള് തരിക. അതിപ്പോഴും ഫ്രാൻസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തമിഴൻസും ശ്രീലങ്കൻസും ഒക്കെ ഇങ്ങനെ വിളിച്ച് ലൈക്ക് സിം ആണെന്ന് ചോദിക്കും. അവിടെ ഉണ്ടല്ലേ? ഓക്കെ. അങ്ങനെയാണ് ഈ കമ്പനി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരിക്കലും ഒരു MBA ചെയ്തു എന്നുള്ളതുകൊണ്ട് സീറ്റിൽ പോയിരുന്നത് മാനേജർ ആവുന്ന പ്രശ്നമില്ല. ഇനി മാനേജർ ആ ഒരു പ്രോസസ്സിലേ പോവുള്ളൂ. അതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മളൊരു മാനേജർ ആകുമ്പോൾ നമ്മുടെ അടുത്ത ആളൊരു റീസൺ വന്ന് പറയണം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അത് ജെന്വിൻ ആണോ അല്ലയോ നമുക്കറിയണമെങ്കിൽ നമ്മൾ അതിലൂടെ പോയിരിക്കണം. അപ്പോൾ അത് ആ ഒരു സെക്ഷൻ, അതും ഒരു സെല്ലിംഗ് മാത്രമല്ല, ഇതിൻ്റെ മെർച്ചൻഡൈസ് സെക്ഷൻ. അപ്പോൾ നമ്മളെ വീക്ക് ടു വീക്ക് അവർ മാറ്റും ചെയ്യും. മെർച്ചൻഡൈസ് സെക്ഷനിൽ ഇപ്പം ലെറ്റ്സ് സേ നമ്മളൊരു കടയിൽ പോകുന്നു, കടയിൽ പോയി കഴിഞ്ഞാൽ എവിടെ ലൈക്കയുടെ പോസ്റ്റർ വേണം, ഏത് ലൈക്കയുടെ സ്റ്റിക്കർ എവിടെ വേണം. അപ്പോൾ ചുമ്മാ ഒട്ടിച്ച് വരിക എന്നുള്ളതല്ല. അപ്പോൾ ഒരാൾ നടക്കുമ്പോൾ ഐ ഗ്ലാൻസ് പോകുന്നത് എവിടെയായിരിക്കും, ആ കടയിൽ കയറുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് ഏതായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്കിൽ അതിൻ്റെ റീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഓരോ കാര്യങ്ങൾ ആ കമ്പനിയിൽ നിന്നും പഠിച്ചതുകൊണ്ട് ഇപ്പോൾ കുറേ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും. പക്ഷേ ദാറ്റ് ഈസ് എ ബേസ്. ലൈക്ക എന്ന് പറയുന്നത് യൂറോപ്പ് മൊത്തം ഉള്ള ബ്രാൻഡ് അല്ലേ? ലൈക്ക് യൂറോപ്പിലുണ്ട്, US-ലുണ്ട്, പിന്നെ ഇപ്പം ആഫ്രിക്കൻ മാർക്കറ്റ്സിലുണ്ട്. അവരിപ്പോൾ മിഡിൽ ഈസ്റ്റ്. മൊബൈൽ സിംസ് മാത്രമാണോ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ട്? ലൈക്ക ആസ് എ വാസ്റ്റ് എംപയർ. സിം കാർഡ് മാത്രമല്ല, സിം കാർഡാണ് കുറച്ച് മേജറായിട്ട് ആൾക്കാർക്ക് അറിയുന്നത്, ബിക്കോസ് ആൾക്കാർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് ഇന്ത്യയിലുള്ള വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്. ഇപ്പോൾ ഇൻഫാക്ട് ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് അവരാണ്. അതേതായിരുന്നു പടം? അത് പൊന്നിയൻ സെൽവം, അത് അവരാ ചെയ്തത്. പിന്നെ ഇപ്പൊ മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ, ലൈക്ക പ്രൊഡക്ഷൻസ്. സോ ഇറ്റ്സ് എ മേജർ പവർ ഹൗസ് ആ കാര്യത്തിൽ. അവര് തുടങ്ങിയത് എങ്ങനെയാ ചേട്ടാ ഈ ലൈക്ക?
ലൈക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി കോളിംഗ് കാർഡ്സിന്റെ ബിസിനസ് എന്നാണ്. അതായത് ഈ ലൈക്ക ബേസിക് സ്റ്റാർട്ട് ചെയ്ത് 2 ശ്രീലങ്കക്കാരാണ്. സുഭാസ്കരൻ അലിരാജ, സുഭാഷിന്റെ ബ്രദർ ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അവർ ആക്ച്വലി ഫ്രാൻസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ വാർ ടൈമിൽ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഈ ശ്രീലങ്കൻസ് മാത്രമല്ല ഈവൻ ഇന്ത്യൻസ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് വിളിക്കാനും ഇതിനൊന്നും ചീപ്പായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കോളിംഗ് കാർഡ് ചെയ്യുന്ന ഒരാൾ ഇവരെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ ഈ ജോലി ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നിർത്തുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ മദറിന്റെ പേര് ജ്ഞാനം എന്നാണ് ആൻറ്റിയുടെ പേര്. ജ്ഞാനം ആൻറ്റിയുടെ പേരാണ് ജ്ഞാനം ടെലികോം. അതാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളിംഗ് കാർഡ്സിൽ. പിന്നെ ആ കോളിംഗ് കാർഡാണ് എല്ലായിടത്തും അവർ സ്പ്രെഡ് ചെയ്തിരുന്നത്. ഈ കോളിംഗ് കാർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ കാർഡ് റീചാർജ് ചെയ്യുന്ന പണ്ടത്തെ സ്ക്രാച്ച് ചെയ്തിട്ട് അന്ന് സിം കാർഡിലല്ല ചെയ്തിരുന്നത്. സ്ക്രാച്ച് ചെയ്തിട്ട് കോൾ ഫോൺസ് ഉണ്ടല്ലോ, റൂട്ടിലുള്ള കോൾ ഫോൺസ്, അതിൽ നമ്മൾ ഇത് ഡയൽ ചെയ്യും, കോഡ് ഡയൽ ചെയ്യും. ആ കോഡ് ഡയൽ ചെയ്തതെന്ന് ഇത്ര മിനിറ്റ് ഉണ്ടാവും, സോ ദാറ്റ് യു ക്യാൻ കണക്ട് ആൻഡ് കോൾ. 1998 അപ്പോഴാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. ഫ്രാൻസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ പിന്നെ ഇവിടെ ശ്രീലങ്കയിൽ ഈ പുലികളെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത്. അതായത് ഫ്രാൻസിൽ നിന്ന് ശ്രീലങ്കയിലേക്ക്. അങ്ങനെ ആ ഒരു സമയത്താണ് ഇവർ അത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ലോകത്ത് ഏത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ആ ബേസിസിലാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. എന്നിട്ട് പിന്നീട് അവർ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത് ലൈക്കയിലോട്ട് എങ്ങനെ പിന്നെ മാറിയത്? ആ കമ്പനി അവരെടുത്തതിന് ശേഷം ഈ ലൈക്ക എന്നുള്ള ആക്ച്വലി സിസ്റ്ററുടെ പേരാണ്. അപ്പോൾ ആ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ഷീസ് നോ മോർ. അപ്പോൾ ആ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ആ പേരിൽ ടെലികോം ചെയ്യുന്നത്. പക്ഷെ സിം കാർഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് വേറെ രസകരമായ ഒരു കഥയുണ്ട്. ലെബാറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? ലെബാറ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. പോളിൽ ഉണ്ടായിരുന്നില്ല. പോളിൽ ദേ ഹാഡ് കം, പക്ഷെ ദേ വൗണ്ട് ഔട്ട് ബിക്കോസ് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദേ ആർ ഇൻ UK ആസ് വെൽ. അവർ ദേ ഗോട്ട് ബോട്ട് ഔട്ട്. ലെബാറ എന്ന് പറയുന്നത് ലയോൺ, ഭാസ്കർ, രതീഷ് 3 ആൾക്കാരാണ്. ഈ 3 ആൾക്കാരും ലൈക്കയിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. സോ ഈ ലൈക്കയിൽ ഒരാൾ ഫൈനാൻസിന്റെ ഹെഡായിരുന്നു, ഒരാൾ കമേഴ്ഷ്യലിന്റെയും ഒരാൾ മാർക്കറ്റിംഗിന്റെയും. ഇവർ 3 പേരെയും നെതർലാൻഡ്സിൽ ലൈക്ക ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കോളിംഗ് കാർഡ്സിന്റെ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അയച്ചിരുന്നു. അവർ അവിടെയുള്ള കമേഴ്ഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ടെലനോർ, അവിടുത്തെ വലിയൊരു ടെലികോം കമ്പനിയുടെ ബിൽഡിംഗ് കണ്ടിട്ട് ദേ വർ ഇൻസ്പയർഡ്. അവരുടെ മനസ്സിൽ അന്നുള്ള ചിന്തയാണ്, നമുക്കും ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കണം. ദേ മെയ്ഡ് എ ബിസിനസ് പ്ലാൻ അറ്റ് ദി എയർപോർട്ട്. നാപ്കിനിൽ ബിസിനസ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ലെബാറ. ദേ കെയിം, ദേ ക്വിറ്റ് ലൈക്ക. ബിക്കോസ് അവരുടെ മനസ്സിലുള്ള ആശയം കോളിംഗ് കാർഡ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്, ഇതേ സെയിം മിനിറ്റ്സും കാര്യങ്ങളും എന്തുകൊണ്ട് സിം കാർഡിൽ ചെയ്തുകൂടാ. അതിനെയാണ് മൊബൈൽ വെർച്വൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ബിക്കോസ് അവരുടെ സ്വന്തം നെറ്റ്വർക്ക് ഇല്ല, വെർച്വൽ നെറ്റ്വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ലെബാറ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ലൈക്കയ്ക്ക് ഒരു ചെറിയൊരു അടിപൊളിയായി. സോ ലൈക്ക വെന്റ് ഇൻടു ദ സെയിം സ്ട്രീം. അവർ നെതർലാൻഡ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, അവർ UK സ്റ്റാർട്ട് ചെയ്തത്, ആൻഡ് ജർമ്മനിലും. അപ്പോൾ പിന്നെ ലൈക്ക വെന്റ് ഇൻ ദ സെയിം പാത്ത്. പിന്നെ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയി. പിന്നെ ലൈക്ക ഇസ് എ ബിഗർ കമ്പനി. ചേട്ടൻ ഇപ്പൊ ലൈക്കയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണോ പിന്നെ ജോയിൻ ചെയ്തത്? യെസ്, മാസ്റ്റേഴ്സ് ആയിരുന്നോ? മാസ്റ്റേഴ്സ്. ഓക്കെ. എന്തായിട്ടാണ് ജോയിൻ ചെയ്തിരുന്നത്? അതുപോലെ ചേട്ടൻ്റെ റോൾ എന്തായിരുന്നു? അതാ പറയാം, ഇന്റർവ്യൂ വാസ് ലൈക്ക് ദേ വർ ടേക്കിംഗ് പീപ്പിൾ ഒരു ബാഴ്സലോണ ഓഫീസിൽ. സോ അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ CV കൊടുത്തപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞത് ഫിസിക്കൽ ഇൻ്റർവ്യൂ ഇല്ല, ഇത്ര സിം കാർഡ് ഡെയിലി മിനിമം 10 സിം കാർഡ്സ് ഓൺ ദ സ്ട്രീറ്റ് വിൽക്കണം. അപ്പോൾ അത് എത്ര കാലത്തേക്ക് ഇല്ല, ഫസ്റ്റ് 2 weeks പ്രൊബേഷൻ ആണെന്നാണ് പറഞ്ഞത്. സോ എവറി ഡേ യൂസ് ടു ഗോ ടു ഓഫീസ്, എടുക്കുക, വിൽക്കുക. അതിലും ഈ പറഞ്ഞ പോലെ എൻ്റെ ട്രജക്ടറി ലൈക്ക വാസ് പ്രെറ്റി ക്വിക്ക്. അതെൻ്റെ കഴിവ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ടെക്നിക്കലി കുറേ കാര്യങ്ങൾ ഭാഗ്യത്തിനും ഒരു പാർട്ടുണ്ട്. ബിക്കോസ് ഈ സ്പെയിനിൽ ലൈക്കയുടെ ഹെഡ് മറ്റേ ലൈക്കയുടെ ഓണറായിട്ടുള്ള സുഭാഷിൻ്റെ ബ്രദറായിരുന്നു, നിഷാന്ത് എന്ന് പറഞ്ഞിട്ട്. ഈ പുള്ളിക്കാരൻ എല്ലാപ്പോഴും എല്ലാ ഓഫീസും വിസിറ്റ് ചെയ്യും. ഈ പറഞ്ഞ ഡെയിലി ഇങ്ങനെ വിൽക്കാൻ പറ്റുന്നത്, ബിക്കോസ് 10 വാസ് എ ടാർഗറ്റ് ഡെയിലി. പക്ഷെ ഐ യൂസ് ടു സെൽ മോർ ദൻ ദാറ്റ്. ഒരു 20-22 ഒക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളോട് ചോദിക്കില്ല. അവർ നമ്മളിപ്പോൾ ലൈക്ക് സാധനം എടുത്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ദി ഫോളോ ആസ് ദി സി എസ് എവരിത്തിങ്. ഞാൻ ആ സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, റോട്ടിൽ പോകുന്ന ഒരാളെ വിളിച്ചപ്പോൾ നിങ്ങളാണെങ്കിൽ ഇപ്പം നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് നിന്ന് ഒരു ഓഫർ കേൾക്കാൻ നിൽക്കും? ബിക്കോസ് യു ആർ ഗോയിങ് സംവെയർ. അപ്പം അതിനൊന്നും നിൽക്കില്ല. ഒരു ഭാഗത്ത് പിടിച്ചിരുന്ന് കേൾക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാണെന്ന് അറിയോ? ബാർബർ ഷോപ്പ്. സോ ബാർബർ ഷോപ്പ് പോയി കഴിഞ്ഞാൽ മുടി വെട്ടുമ്പോൾ ഇറങ്ങി പോകില്ലല്ലോ. സോ അവിടെ ആയിരുന്നു വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും വെയിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ പോയി ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈസി ആയിട്ട് 10 minutes നിൽക്കാൻ പറ്റും. ബിക്കോസ് ഈ ബാർബർ ഷോപ്സ് എസ്പെഷ്യലി സ്പെയിനിൽ ഇപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ട്രാഫിക് അടുത്ത് പോകുന്ന പോലെ
അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാരടുത്താണ്. അപ്പോൾ അവിടെ ഒരു നൗഷാദ് ഭായ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിരിക്കും, പുള്ളി മലയാളി ആയതുകൊണ്ട് പുള്ളി സമ്മതിക്കുകയും ചെയ്യും. അവിടെ പോയിരിക്കും, അവിടെ വരുന്നത് ഈ മൊറോക്കൻസ് വരും, എല്ലാപ്പോഴും ഇമിഗ്രൻസ് ആണ് വരിക. ഈ പ്രൊഡക്റ്റ് ആർക്കുള്ളതാ? ഇമിഗ്രൻസ്. സോ അപ്പോൾ അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. ഇല്ല, ലോക്കൽ സെക്കൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ, ബിക്കോസ് ഇപ്പോൾ പുറത്തേക്ക് വിളിക്കുന്നു. സ്പെയിൻ ടു സ്പെയിൻ വിളിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ആദ്യത്തെ ഇപ്പം ഇവിടെ പോളണ്ടിലാണെങ്കിലും പോളണ്ടാണ് ഇവിടെ ഈ കൺട്രി ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ് ഈ മാർക്കറ്റിന്. ബാക്കി എല്ലാ രാജ്യത്തും ഇമിഗ്രൻസ് ആയിരുന്നു ടാർഗറ്റ് മാർക്കറ്റ്. ഇവിടെ വന്നപ്പം ഉണ്ടായിരുന്നത് ഇവിടെ 4 പ്ലേയേഴ്സാണ് ഉണ്ടായിരുന്നത്. പ്ലേ പ്ലസ്, ടി മൊബൈലും പിന്നെ ഓറഞ്ച്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, വലിയൊരു ബാനർ മറ്റേ നമ്മുടെ മൊക്കുട്ടോ സൈഡിൽ കോൾസ് ടു ഓൾ, SMS ടു ഓൾ ഫ്രീ, 79 PLN എ മന്ത്. അന്ന് ഇന്റർനെറ്റ് ഇല്ല. 79 PLN 4ലേക്കും. അന്ന് ലൈക്ക ഇതേ ചെയ്തിരുന്നത് 49 ആയിരുന്നു. ഇവിടത്തെ ഒരു പോളിഷുകാർക്ക് കൊടുക്കും. ഇവിടെ ഇമിഗ്രൻസ് ആകെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നല്ലോ അന്ന്. ഇന്ന് കാണുന്ന അത്ര പോലും ഇല്ല. വിയറ്റ്നാമീസും കൂടുതൽ. അതും വിയറ്റ്നാമീസ് സെക്കൻഡ് ജനറേഷൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും വീട്ടിലേക്ക് വിളിക്കും. സെക്കൻഡ് ജനറേഷൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ദേ ഡോണ്ട് റിയലി നീഡ് ടു. അതുകൊണ്ടാണ് ഇവിടെ വേറെ ഫോറിൻസിംസ് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇന്ത്യക്കാർ പോലും 10,000 പേരെ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു യൂസ് ഇല്ല ലിറ്ററലി. പക്ഷെ അവിടെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ടാർഗറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ പോളിഷുകാർ കൂടുതലും ഫ്രാൻസ്, ജർമ്മനി, UK അപ്പോൾ പോളണ്ടിൽ പോളിഷുകാർ തന്നെയായിരുന്നു ടാർഗറ്റ് മാർക്കറ്റ്. പക്ഷെ പോളിഷുകാർ ഒരു കുഴപ്പമുണ്ടായിരുന്നു വെച്ചാൽ 5 സ്ലോട്ടഡ് സിമ്മാണ്. നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് പോളണ്ട് ഇത് വിളിക്കാൻ ഫ്രീ ആണ്, ഇത്ര ചീപ്പാണ്. ഇവർക്ക് അറിയേണ്ടത് എങ്ങനെ ഈ കമ്പനിക്ക് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നു, ബാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് 5 സ്ലോട്ടർ സാധനം വാങ്ങാൻ 500 സ്ലോട്ടർ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ദിസ് വാസ് എ ടഫസ്റ്റ് മാർക്കറ്റ്. ഇവിടെ ഫ്രീ ആയിട്ട് സിം കൊടുക്കുമ്പോൾ അവർ നോ വേണ്ട, ഇതിന്റെ പുറകെ ബില്ല് വരും, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൾഡ് കമ്മ്യൂണിസ്റ്റ് റൂളിൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ KGB-ക്കാരായിരിക്കും ഇവർ അറിയുപോലില്ലല്ലോ. എല്ലാവരും സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുള്ളൂ. പിന്നെ നമ്മുടെ കളറുള്ള ആൾക്കാർ പറഞ്ഞ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു. സോ ഏറ്റവും ടഫസ്റ്റ് മാർക്കറ്റ് ടു ക്രാക്ക് വാസ് ദിസ്. ആൻഡ് ബാക്കി എല്ലാ സ്ഥലത്തും ഇമിഗ്രൻസ് ആണ് സ്റ്റാഫായിട്ട്. ഇവിടെയാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ലോക്കൽസിനെ സ്റ്റാഫാക്കി വെച്ച് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ടൈം എടുത്തത്. ഇൻഫാക്ട് ആദ്യത്തെ 6 മാസം ലൈക്ക് ഐ ഹാഡ് പ്ലാൻ ടു വൈൻഡ് ഇറ്റ്, നിർത്തി പോകാന്നുള്ള പ്ലാനിലായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് മുന്നേ വന്നൊരു മാനേജർ, പുള്ളി 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു. 6 മാസം കൊണ്ട് ദേ ഹാഡ് അച്ചീവ്ഡ് ഓൺലി 18,000 കസ്റ്റമേഴ്സ്. 18,000. പക്ഷെ 6 മാസത്തെ എക്സ്പെൻസസും ബാക്കി കോസ്റ്റ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ലോസ്. അവർ എന്നോട് പറഞ്ഞു, ചന്തു യു ഹാവ് 6 months. 6 months എത്ര കസ്റ്റമർ കൊണ്ടുവരാൻ പറ്റും? ഇഫ് ഇറ്റ് ഡസൻറ്റ് ക്രോസ് 200 വി ആർ വൈൻഡിങ് ഇറ്റ്. ഞാനിവിടെ വന്നു, പക്ഷേ 6 മാസം കൊണ്ട് 200 എത്തിച്ചില്ല. പക്ഷേ ഐ ഹാഡ് ക്ലിയർലി സെഡ് എനിക്കൊരു 1 year ടൈം വേണം, 200,000 കസ്റ്റമർ വേണം. അപ്പോൾ എനിക്കൊരു 1 കൊല്ലത്തെ ടൈം വേണം. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് 3 ഓഫീസസ് തുറക്കണം, ഏതൊക്കെ ലൊക്കേഷനാണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അവിടെ തുറപ്പിച്ച്. പക്ഷെ ആ ഒരു 1 year കൊണ്ട് ഐ വെന്റ് ടു 330. പക്ഷെ 6 months കൊണ്ട് 200 എത്തിയില്ല, പക്ഷെ 1 year എത്തി. ആൻഡ് ഐ വാസ് ഹിയർ ഫോർ 4 years ലൈക്ക്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് we had 1.1 million and 86.5 million PLN turnover-ഉം 16.6 million പ്രോഫിറ്റിലുമാണ് ഞാൻ ഈ സ്ഥാപനം വിടുന്നത്. പക്ഷേ ഇപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദി ഏത് വർഷത്തിലാണ് വിട്ടത്? 2016 നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്കായി. പിന്നെ അവരെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉക്രൈൻ ലാംഗ്വേജിലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. അപ്പോൾ ആരായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ആ ടൈമിൽ? അപ്പോഴും പോളിഷ് കസ്റ്റമേഴ്സ് തന്നെ. പോളിഷ് നമുക്ക് ഈ ഇതൊക്കെ ലോക്കൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ടേൺ ഓവർ വരുള്ളൂ. ഇമിഗ്രൻസ് എപ്പോഴും ക്രോസ് ഓവർ ആണ്. നാളെ 1 സെന്റ് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത സ്വിച്ചിലേക്ക് സ്വിച്ച് ചെയ്ത് പോകും. സോ അപ്പോൾ അതുകൊണ്ട് അത് അത്ര സ്റ്റേബിൾ മാർക്കറ്റ് അല്ല. സ്പെയിനിലായിരുന്നു മൊറോക്കൻസ് ആയിരുന്നു. സ്പെയിനിൽ മൊറോക്കൻസ്, റൊമേനിയൻസ്, പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ്, ഇന്ത്യൻസ്, ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റ് ഭയങ്കര വലുതാണ്. സോ അതുകൊണ്ട് അത് നല്ല മാർക്കറ്റായിരുന്നു. ആൻഡ് സ്പെയിനിൽ ലൈക്കയുടെ ബിസിനസ് വിറ്റു. സ്പെയിനിൽ ലൈക്കയ്ക്ക് 1.8 million കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒറ്റ മാർക്കറ്റ് മാത്രം അവർ 3 കൊല്ലം മുന്നേ വിറ്റത് $407 million. ജസ്റ്റ് വൺ സിംഗിൾ മാർക്കറ്റ്. ആ 1.1 million ആൾക്കാരെ മാർക്കറ്റ്. യെസ്. അത് ഏത് കമ്പനിക്കാണ് വിറ്റേ? അത് മാസ് മൊബൈൽ എന്ന് പറഞ്ഞിട്ട്. $407 million. ഈ ലൈക്ക് ഒന്നും പാടി രജിസ്റ്റർ ചെയ്യാനൊക്കെ സുഖമായിരുന്നു. ലൈക്ക് നമുക്ക് പാസ്പോർട്ട് ഒന്നും കൊടുക്കാതെ അവരെന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നില്ലേ? ഡാറ്റാബേസ് ഉണ്ടായിരുന്നു, ചെയ്തിരുന്നു. അല്ല ചേട്ടൻ ആ ടൈമിൽ എത്രയായിരുന്നു ഏജ്? ഞാൻ ലൈക്കയുടെ ഹെഡിലെത്ത സമയത്ത് 28 years. 28 കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ MBA കഴിഞ്ഞാലും ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് ആക്സസ് ഇല്ല. ഒരു എൻട്രി ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ ആവുക എന്നുള്ളത്. അത് ആ കാലത്ത് എത്രത്തോളം
കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ ചേട്ടൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ് അതിൽ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. ചുമ്മാ ഇതൊന്നുമല്ല, ഇപ്പൊ എത്രയോ ആൾക്കാർ അതിൽ എത്രയോ എന്നെക്കാളും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പുള്ളിക്കാരൻ, അതായത് ഓണറുടെ ബ്രദർ ഈ മാർക്കറ്റിൽ നടക്കുമ്പോൾ ഞാനിത് ചെയ്യുന്ന കണ്ടിട്ട് ഈ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ ദിസ് ഗൈ ഹാസ് സം ഐഡിയാസ് എങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി എന്നെ വേറെ പല പല റോളിൽ ഇട്ടു. പക്ഷെ ആ പല റോളിൽ ഇട്ടപ്പോഴും ഐ വാസ് ഏബിൾ ടു ഡു. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പലരും ചിന്തിക്കുന്ന ഇപ്പോൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഈ പൊസിഷൻ എന്തും ചെയ്യാം. ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ യു ബിക്കമിങ് മോർ എ പ്രൊട്ടക്ടർ ഓഫ് യുവർ ടീം. നമ്മൾ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ പറഞ്ഞ ആ ഒരു 1.1 മില്യൺ എത്തുന്നത് ഞാനായിട്ടുണ്ടാക്കിയതല്ലോ, ദാറ്റ്സ് ദി എൻറ്റയർ സ്ട്രക്ചർ. പക്ഷെ ആ സ്ട്രക്ചർ മോട്ടിവേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളയക്കണം പഞ്ചിങ് ബാഗ്. പ്രഷർ ഒരിക്കലും അവർക്ക് കൊടുക്കരുത്. ബിക്കോസ് ഇപ്പം നമുക്ക് ചിലപ്പോൾ ചില ബാഡ് ഡേയ്സ് ഉണ്ടാവാം, നമുക്ക് നമ്മുടെ സീനിയേഴ്സ് വിളിച്ച് നമ്മളോട് വല്ല പ്രഷർ തരുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ആ പ്രഷർ അവർക്ക് കൊടുത്തതുകൊണ്ട് സിറ്റുവേഷൻ മാറില്ല. സോ അപ്പോൾ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ ദേ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ദേ ഫീൽ സോറി ഫോർ യു. അപ്പോൾ അതുകൊണ്ട് അവർ എഫേർട്ട് ഇടും. ടു ബി ഫ്രാങ്ക്, ഇന്ന് എന്ത് എത്തി നിൽക്കുമ്പോൾ എന്ത് പോകുന്നതും ദാറ്റ്സ് ബിക്കോസ് ഓഫ് എ ടീം. അല്ലാണ്ട് ഒരിക്കലും ഒരു കാര്യം ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ലിറ്ററലി. ഇപ്പോൾ ഈ ലൈക്കൊക്കെ ഒരു സിസ്റ്റം ഉണ്ടോ? ലൈക്ക് ഏത് കൺട്രിയിൽ പോയാലും നിങ്ങൾ ഇതാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? നോ, അങ്ങനെയല്ല. ലൈക്കയുടെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൂവി സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഒരു ജെയിംസ് ബോണ്ടിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പോകുന്ന പ്ലെയിനിൽ നമ്മൾ ചാടുന്നു, പോണ വഴിയിൽ നമ്മൾ വേണമെങ്കിൽ പാരച്യൂട്ട് സ്റ്റിച്ച് ചെയ്താൽ ജീവനോടെ താഴെ എത്തും. കിട്ടുന്ന ഏതാണോ തോക്ക് കിട്ടുന്നത് അത് എടുക്കുക, അവിടുന്ന് ഉണ്ട പറക്കുക, വെടിവെക്കാന്നേ ഉള്ളൂ. നത്തിങ് ഈസ് പ്രിപ്പയർഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഏറ്റവും ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ വി ആർ ഏബിൾ ടു എക്സ്പ്ലോർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിക്കും. നമ്മളൊരു എക്സ്പ്രഷൻ കേട്ടില്ലേ, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ വി ആർ ഓൾ ഇൻ എ ബോക്സ് എന്നുള്ള ലിറ്ററലി അതാണ് മീനിങ്. സോ വെൻ യു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന സമയത്ത് ആ ഗിവൺ റൂൾസ് ആൻഡ് ഗിവൺ സെറ്റ് ഓഫ് ഐഡിയാസിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ള ആരോ ഉണ്ടാക്കിയപ്പോൾ നമ്മളെ പോലത്തെ ഏതോ ഒരാളാണ് റൂൾ ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറത്തിറങ്ങി നമ്മൾ വേറെ ചിന്തിച്ച് ചെയ്യുമ്പോൾ യു ഗെറ്റ് തിങ്സ് ഡൺ. യു മൈറ്റ് ഫെയിൽ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ആ കമ്പനിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ യു ആർ അലൗഡ് ടു ഫെയിൽ. പല കമ്പനീസിനും ആ ഒരു ടോളറൻസ് ലെവൽ ഇല്ല ഫെയിലിയറിന്റെ. ഹിയർ യു ആർ അലൗഡ് ടു ഫെയിൽ. പക്ഷെ അത് ട്രൈ ചെയ്തിട്ട് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് ഇംബൈബ് ചെയ്യും. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ LTT-കാർ കുറെ ആൾക്കാർ അതിലുണ്ടായിരുന്നത്. അവരുടെ ഇതിലും അവരൊരു ഫൈറ്റേഴ്സ് ആണ് എത്തിയത്. അവർക്ക് ആ ഒരു ഇതില്ല, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. സോ ദേ കീപ് ഓൺ ട്രൈ. ഇതിനിപ്പോ ഒരു ഫൗണ്ടർ ആണുള്ളത്, അത് ഇതൊരു ബ്രദേഴ്സിന്റെ 2 ബ്രദേഴ്സാണ്. പക്ഷെ 2 കമ്പനീസാണ്. ലൈക്ക ഇസ് വൺ, പിന്നെ വേറെ മറ്റത് വെക്ടോൺ എന്ന് പറഞ്ഞൊരു മൊബൈലുണ്ട്, അത് വേറെ ബ്രദറിന്റെ ആണ്. പക്ഷെ ഇപ്പൊ അവരത്ര ആക്റ്റീവ് അല്ല, മൂത്താളുടെ അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ലൈക്ക ഈ പറഞ്ഞ മൊബൈൽ മാത്രമല്ല, ലൈക്ക മണി, ലൈക്ക ഹെൽത്ത്, പിന്നെ ലൈക്കയുടെ ഇപ്പൊ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്കയുടെ ഹെൽത്ത് ഹാൻഡിൽ ചെയ്യുന്നത് സുഭാഷിന്റെ വൈഫ് തന്നെയാണ്. അവർക്ക് കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് ചെയിൻസ്. സോ ഇറ്റ്സ് ആൻ എക്സ്പാൻഡഡ് ബിസിനസ്. ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മളിപ്പോൾ ലൈക്കിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ബേസിക്കലി ചന്തു ചേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മലയാളീസിൻ്റെ ഇടയിലും അത്യാവശ്യം എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിന്ന് എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചന്തു ചേട്ടൻ്റെ ലൈഫിൽ ഈ ലൈക്കെന്ന് കിട്ടിയ ലേണിങ്സ് ചന്തു ചേട്ടൻ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ലൈക്ക് ഈ ഒരു ലേണിങ്, ഈ ഒരു അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത രീതി, അതൊക്കെ പിന്നീട് ലൈഫിൽ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? നിഷൻ നമുക്ക് എപ്പോഴും ലൈക്കാന്ന് മാത്രമല്ല, ഇപ്പോൾ സ്കൂളിൽ നിന്ന് എടുക്കുക, സ്കൂളിൽ തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ, ടീച്ചേഴ്സ്, നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ലൈഫ് ഇസ് എ ടെസ്റ്റ്. നമ്മൾ എത്രയോ എക്സാംസ് ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ, പല ടാസ്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്, എന്തിലും നമുക്ക് പഠിക്കാനുണ്ടാവും. സോ അപ്പോൾ അതിൽ ഇപ്പോൾ ലൈക്കയുടെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ തിങ്കിങ് ഔട്ട് ദ ബോക്സ്, നമ്മളിപ്പം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചത് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് വരാത്തതുകൊണ്ടാണ്. സോ അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അപ്പോൾ ആഫ്റ്റർ ലൈക്ക് ചന്ദ്രചേട്ടൻ ഇപ്പോൾ ഈ എങ്ങനെയാണ് ലൈക്ക് ഈ ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കൊമേഴ്സിലൊക്കെ ലാൻഡ് ചെയ്ത് എങ്ങനെയാണ്, പിന്നെ ചന്ദ്രചേട്ടൻ്റെ ബാക്കി ലൈഫ് എങ്ങനെയായിരുന്നു? IPCCI പറയുകയാണെങ്കിൽ ലിറ്ററലി IPCCIയിൽ അതൊരു നോമിനേറ്റഡ് പൊസിഷനാണ്. ആൻഡ് അത് എനിക്ക് കിട്ടേണ്ട പൊസിഷൻ അല്ല. ടു ബി ഫ്രാങ്ക്, അത് ഓഫർ ചെയ്തത് നിങ്ങൾക്ക് അറിയുന്ന പ്രദീപേട്ടനായിരുന്നു അത് ഓഫർ ചെയ്തിരുന്നത്. പക്ഷെ പ്രദീപേട്ടനാണ് പറഞ്ഞത് ലൈക്ക് വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് ടു എ യങ്ങർ ഗായ് ഹു ഹാസ് ഡൺ തിങ്സ്. അതുകൊണ്ടാണ് എനിക്ക് വരുന്നത്. അല്ലാണ്ട് ടെക്നിക്കലി ഇഫ് യു ഡിസേർവ് എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഇറ്റ് വാസ് നോട്ട് മെന്റ് ഫോർ മീ, ഇറ്റ് വാസ് മെന്റ് ഫോർ സമൺ എൽസ്. പക്ഷെ ഹി ഗേവ് എ ചാൻസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ചാൻസസ്. ചിലവർക്ക് അത് തോന്നും, തരാൻ അത് കൊടുക്കുന്നു. ഹി ഹാഡ് എ ബിഗർ ഹാർട്ട്, അത് തന്നു. ഇതും ഒരു അലങ്കാരം മാത്രമാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലിറ്ററലി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നിഷൻ ചോദിച്ച പോലെ മലയാളികളാണെങ്കിലും ഇപ്പം കേരള അസോസിയേഷനാണെങ്കിലും
ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും, അത് ഇടപെടാൻ പറ്റുന്നതിൻ്റെ കാരണം അസോസിയേഷനേക്കാൾ കൂടുതൽ ബിക്കോസ് ഓഫ് ദ ചേംബർ. ബിക്കോസ് ചേംബറിന് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതായത് ഇവിടുത്തെ ലോ ആയിട്ട് കണക്റ്റഡ് ആണ്, ഇവിടുത്തെ ചേംബേഴ്സായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒന്നും വേണ്ട, കുറേ കമ്പനീസിന് ഇങ്ങനെ ഇഷ്യൂ വരുന്ന സമയത്ത് അവരുടെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അവരുടെ ഓണർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനിങ്ങനെ ഐ എം സോ ആൻഡ് സോ പേഴ്സൺ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് അയക്കുമ്പോൾ തന്നെ ഇറ്റ് ഗെറ്റ് സോൾവ്ഡ് ബിക്കോസ് ദേ സീ ദാറ്റ് ഇറ്റ്സ് കമ്മിങ് ഫ്രം എ സീരിയസ് ഓർഗനൈസേഷൻ. ആൻഡ് കൂടാതെ ഇതൊരു കമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ് ആണ് ഇന്ത്യൻ എംബസിയുടെ. സോ അവർ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇറ്റ്സ് എ രജിസ്റ്റേർഡ് വൺ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചേംബറിൽ എത്താനുള്ള കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ചോദിച്ച പോലെ ദിസ് എ യങ് ഗായ് ഹു ബ്രോട്ട് എ കമ്പനി ഹിയർ, ഹു ബിൽറ്റ് എ ബിസിനസ്. എൻ്റെ സ്വന്തം അല്ലെങ്കിൽ പോലും ഐ ബിൽറ്റ് എ കമ്പനി ഓവർ ഹിയർ ലിറ്ററലി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ഇൻടു കൺസൾട്ടിങ്. ആ കൺസൾട്ടിങ്ങിൽ കുറേ മിഡിൽ ഈസ്റ്റ് എന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്പെയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സോ ഇതാണ് ചേംബറിലും ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനീസ് വെൻ ദേ വോണ്ട് ടു കം ഇൻ ടു യൂറോപ്പ് ദേ അപ്രോച്ച് ദ ചേംബർ. സോ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബിക്കേം അഡ്വാൻറ്റേജ്. പിന്നെ ഞാൻ ഇപ്പോൾ ചന്തുചേട്ടനെ പറ്റി എപ്പോൾ ചിന്തിച്ചാലും എൻ്റെ മനസ്സിലേക്ക് തന്നെ കണക്ഷൻസ് ആണ്. അത് ചന്തുചേട്ടൻ എങ്ങനെയാണ് ഇത്രയും കണക്ഷൻസ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്? കാരണം ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിലും നമ്മളിപ്പോൾ പേഴ്സണലി എന്ത് ചെയ്യുകയാണെങ്കിലും കണക്ഷൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ചന്തുചേട്ടൻ അത് മനസ്സിലാക്കി തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും കണക്ഷൻസ് ആണ്. ലൈക്ക് നമ്മൾ നോക്കിയെടുത്താൽ ഒരുപാട് പേരെ അറിയാം. ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള ടേമിൻ്റെ റിയലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് ചന്തുചേട്ടൻ. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ? ഡെഫിനറ്റ്ലി. സി ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ആ സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജോലിക്ക് കയറാൻ നിൽക്കുമല്ലോ. സോ ഞാൻ ആ സമയത്ത് ഫസ്റ്റ് ജോലിക്ക് പോകുന്നത് IPCCI പ്രൊഡൻഷ്യൽ ലൈഫിലാണ്. അത് ഇൻഷുറൻസ് സെല്ലിങ്. അന്ന് പോലെ ഈ സെല്ലിങ് എന്നുള്ളതും ആൾക്കാരെ കാണുക, സംസാരിക്കുക എന്നുള്ളതും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് എപ്പോഴും കമ്പനി ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ ലിസ്റ്റ് തരും. അങ്ങനെ തന്ന ലിസ്റ്റിൽ ഒരാളായിരുന്നു മിസ്റ്റർ ബോച്ചെ, ദ സോ കോൾഡ് ബോച്ചെ. പുള്ളി ഞാൻ അറൗണ്ട് ഒരു 91 days എല്ലാ ദിവസവും ഞാൻ പുള്ളി വിളിക്കും ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ പുള്ളി വരും ഡൽഹിയിൽ കാരവൻ നോക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദുബായിലാണ്, അവിടെയാണ്, ഇവിടെയാണ്, എവറി ഡേ. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ദിവസം പോലും വിളിക്കാതിരുന്നിട്ടില്ല. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായ ദിവസം പോലും ഓർമ്മയുള്ളത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. അതായത് പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കാര്യം. ഒരു ഓണത്തിൻ്റെ സമയത്ത് ഈ സൈഡ് ലൈക്ക് ഓക്കെ ഞാൻ ഇന്ന് ഫ്രീ ആണ്, നമുക്ക് വേണമെങ്കിൽ ഇന്ന് കാണാം. അന്ന് ചെന്ന് കാണുമ്പോൾ പുള്ളി പറഞ്ഞു കണ്ണൂർ ഒരു ലഞ്ച് ഉണ്ട്, നമുക്ക് ഒന്നിച്ച് പോവാം, നീ വണ്ടിയിൽ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്താണ് കാര്യം. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ബോച്ച് ഈ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക്, പുള്ളിയുടെ ഒരു ലെവലിൽ പോകുമ്പോൾ വേറൊരാളെ കിട്ടൂലോ, കൂടെ ലഞ്ചിന് പോയി കഴിഞ്ഞാൽ കാണുന്ന ആളെടുത്ത് സംസാരിക്കാം. ആ പ്ലാനിലാണ് ഞാൻ പോണത്. അപ്പോൾ ഇരുന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ഈ പ്രൊഡൻഷ്യൽ ലൈഫ്. അപ്പോൾ പുള്ളി ചോദിക്കട്ടോ ഓരോ ചോദ്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് അത് പോകുന്നത്, അപ്പോൾ എങ്ങനെയാണ് എത്ര റിട്ടേൺസ് വരുന്നത്, സോ എവറി സിംഗിൾ. അപ്പോൾ കൂടുതൽ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഹീ ഈസ് ഗോയിങ് ടു ടേക്ക് സംതിങ് ബിഗ്. ഇതെല്ലാം കഴിഞ്ഞ് ലഞ്ചിന് പോയി അവിടെ എത്തിയപ്പം ഗസ്റ്റിൻ്റെ അവിടെ കയറുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, അപ്പം ബോബി വരൂ, ഇതാരാ, ഇതെൻ്റെ PA ആണെന്ന്. ഞാനാണ് PA അല്ല, ഒന്നുമല്ല. പുള്ളി പറയുകയും ചെയ്തു, പിന്നെ വല്ല മാറ്റി പറയാൻ പറ്റും. പോയി ഭക്ഷണം കഴിച്ചു, വണ്ടി കയറി ചോദിക്കുമ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ല? ഞാൻ പറഞ്ഞത് ഇല്ല. എന്നാൽ നീ നാളെ മുതൽ ജോയിൻ ചെയ്തോ, നീ ഇപ്പം എനിക്ക് ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യണം, എങ്ങനെയാണ് ചെമ്മണ്ണൂരിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുക, അത് വെച്ച് നമുക്ക് എങ്ങനെ വളരാൻ പറ്റും. അതാണ് സ്റ്റാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ പുള്ളി ഓൾറെഡി ഹാഡ്, ഇപ്പം എനിക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അതായത് ഞാനാണ് പറഞ്ഞു കൊടുത്തതെന്നുള്ളത്. ഹി ഹാഡ് ഹിസ് ഐഡിയ, ഹി വാണ്ടഡ് എ സ്ട്രക്ചർ. പുള്ളിയുടെ കൃത്യമായ ഐഡിയ പറഞ്ഞു തന്നെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഐ സ്ട്രക്ചേർഡ് ഇറ്റ് ഫോർ ഹിം. ചെമ്മണ്ണൂർ ജെൽവസിന് മാത്രം, കോച്ചയുടെ മാത്രം. അങ്ങനെയാണ് ഈ ബോബേട്ടിന് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ആ ഒരു സൊസൈറ്റി അല്ല ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത്. അവിടെ നിന്നാണ്. അല്ല ചേട്ടൻ ലൈക്ക് ദ നെക്സ്റ്റ് ഡേ പിന്നെ ഇൻഷുറൻസ് കമ്പനി പോയിട്ട് എന്ത് പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് വരുന്നില്ല? കമ്മീഷൻ ബേസിസ് അല്ലേ വർക്ക് ചെയ്യുന്നത്, നോട്ട് സാലറി. അല്ല, ബോച്ചന്റെ ഓഫർ അത്രത്തോളം അട്രാക്റ്റീവ് ആയിരുന്നോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചിന്തിച്ചത്, നമ്മൾ എന്തും ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്യുക, പഠിക്കുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല ചെയ്യുന്നത്, നമുക്ക് പഠിക്കാനും കിട്ടും. ബോച്ചയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ചോദിച്ച പോലെയാണ്. ബോച്ചയുടെ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളി കാണുന്ന ആൾക്കാരും പുള്ളി കാണുന്ന സർക്കിളും അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട്. അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടെങ്കിൽ യു ഫോളോ ഇറ്റ്. അപ്പം അങ്ങനെയാണ് ബോച്ചയെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബോച്ച ത്രൂ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, കണ്ടു. പക്ഷെ I was there with only 1 year. എത്ര കാലം വർക്ക് ചെയ്തു? 1 year. 1 year ബോച്ചയുടെ PA ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇന്നും വിളിക്കലുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ്? സെയിം തിങ്. ഈ ലൈക്കയുടെ പോലെ തന്നെയാണ് ബോബേട്ടിന്റെ കാര്യത്തിലും. അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എല്ലാരും ഇപ്പൊ കുറച്ചായിട്ട് 2006. ചേട്ടൻ
അന്ന് 21 ഓക്കെ 27 ഇവിടെ എത്തി ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ടൈമേ. കോളേജ് കഴിഞ്ഞിട്ടുള്ള മാസം പുള്ളിക്കാരൻ മർഡോണനെ കൊടുക്കുന്നത് ഏത് വർഷമായിരുന്നു? 2014 അങ്ങനെയാണല്ലേ. ആ സമയത്ത് കൂടെ ഇല്ല. ഓക്കെ. പക്ഷേ ഓക്കെ. അപ്പോൾ കമ്മിങ് ടു എക്സ്പീരിയൻസ് വിത്ത് ബോച്ചെ. ബോച്ചയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചെ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഓണറാണ്. സോ ഹി നീഡ്സ് ടു ടേക്ക് ഡിസിഷൻസ്. ഹി ഡസന്റ് ഹാവ് ഇൻസ്ട്രക്ഷൻസ്. എനിക്ക് ഇതിൻ്റെ മുമ്പ് ഒരു ഡൗട്ട് ഉണ്ട് ചേട്ടാ. ഈ ബോച്ചയുടെ എംപയർ ബിൽഡ് ചെയ്ത് പുള്ളിക്കാരൻ സ്ക്രാച്ചിൽ നിന്നാണോ അതോ പുള്ളിക്കാരൻ്റെ പാരൻസ് കൈമാറി വന്നാണോ ജനറേഷൻ? ഈ ചെമ്മണ്ണൂർ എന്നുള്ള 2 ഫാമിലീസാണ്. ഓക്കെ. അതിൽ ബോബിയേട്ടൻ്റെ ഫാദറിന് കിട്ടിയിരുന്നത് ഈ ഗോൾഡ് ഉരുക്കുന്ന സ്ഥലവും ഫൈനാൻസും ആണ് കിട്ടിയിരുന്നത്. സോ മറ്റവർക്കാണ് ജ്വല്ലറി കിട്ടിയിരുന്നത്. ഓക്കെ. അതിൽ നിന്ന് ബോബിയേട്ടൻ അവിടെ സെയിൽസ്മാൻ ആയിരുന്നു. ഹി വാസ് എ സെയിൽസ്മാൻ. അവരുടെ ജ്വല്ലറിയിൽ വാസ് എ സെയിൽസ്മാൻ. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഇഷ്യൂസ് എന്തോ ഉണ്ടായിട്ടാണ് പുള്ളി ഇറങ്ങി. പുള്ളി ഒരു കുഞ്ഞു കട, പാളയം മാർക്കറ്റിൽ ഒരു കുഞ്ഞു കടയെന്ന്, അതും നെക്സ്റ്റോ നേരെ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡിന്റെ ആണ്. അന്ന് അഹമ്മദ് കെയും ഈ പറഞ്ഞ ഇന്നത്തെ അഹമ്മദ് കെ അല്ല, അന്ന് ലൈക്ക് സിമിലർ സ്റ്റേജ്. ഇവർ ആ ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ചെറിയൊരു റാ പോലത്തെ ഒരു കൗണ്ടർ ഉണ്ട്, 2 സൈഡിലും ഉണ്ട്. ആ ഒരു കുഞ്ഞു കടയിൽ തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന എംപയർ. അതിൽ മെയിൻ ഇത് ഉയർത്താൻ വർക്ക് ചെയ്തത് ബോബി ചെമ്മണ്ണൂരിന്റെ അച്ഛനാണോ അതോ പുള്ളിക്കാരനാണോ? ബോബിയേട്ടൻ്റെ ഫാദർ ബേസിക്കലി ഫൈനാൻസും ഗോൾഡും മാത്രമേ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. ബിസിനസ് എക്സ്പാൻഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളും ഡിസിഷൻസും ഒന്നും ബോബിയേട്ടൻ്റെ ഫാദർ വന്നിട്ടില്ല. പിന്നെ പാലക്കാടുള്ള കട മാത്രം ബോബിയേട്ടൻ്റെ ബ്രദറുടെ പേർക്കായിരുന്നു. ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ബോസ് ചെമ്മണ്ണൂർ. പുള്ളി അവിടെ ആ കട നോക്കി നടത്തുന്നു. ബാക്കി ഇന്ന് കാണുന്നുണ്ടാക്കിയതും ആ ഇമേജ് ഉണ്ടാക്കുന്നതെല്ലാം ബോച്ച തന്നെയാണ്. ദാറ്റ്സ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് ഹി ഹാസ് എ ടീം. നല്ല ഹി ഹാസ് എ ടീം. അതിനകത്ത് നല്ലപോലെ കൊണ്ടു നടക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ കുറച്ച് അതായത് കാലങ്ങളായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഇതിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി ആൾക്കാർ കാണുന്ന പിക്ചർ ഓഫ് ബോച്ച ഇസ് ഡിഫറെന്റ്. അതായത് പുള്ളി കോമാളിത്തരം കാണിക്കുന്നതൊക്കെ ശരി തന്നെ. അതിൽ കുറെ മാർക്കറ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അത് ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. ആൻഡ് ഹീസ് നോട്ട് ഹൈഡിങ് ഇറ്റ്. പുള്ളി പറഞ്ഞ പോലെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ ആ ഒരു കൊല്ലം ചോദിച്ചല്ലോ ഈ പറഞ്ഞ പോലെ വന്ന് പഠിക്കാൻ പറ്റി എന്നുള്ളത്, ആ ഒരു കൊല്ലത്തിലുള്ള ഒരു 2-3 ഇൻസിഡൻസ് ഓർമ്മ വരുന്നത് പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും കോയമ്പത്തൂർ ഒരു കട നോക്കാൻ പോയത് ഓർമ്മയുണ്ട്. ബോച്ചയുടെ കൂടെ. ആൻഡ് പുള്ളിയുടെ കട നോക്കാൻ പോയി. രാത്രി ഇരുന്നിട്ട് പുള്ളിയും പുള്ളിയുടെ ഡ്രൈവറും തോമസ് ഏട്ടൻ ഒബ്വിയസ്ലി ലിക്കർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. തോമസ് ഏട്ടൻ കടക്കാൻ പോയി. ഒരു 2 മണിയായപ്പോൾ പുള്ളി പറഞ്ഞു വാ നമുക്ക് നടക്കാൻ പോവാം. പുലർച്ചെ 2 മണിക്ക്. അതും ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഒരു ഈ സ്പോർട്സ് വെയറിൻ്റെ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞി ട്രങ്ക് ഇട്ടിട്ടുണ്ട്. അത്ര മാത്രം ഇട്ടിട്ടാണ് പുള്ളി നടക്കാൻ പോകുന്നത് 100 ഫീറ്റ് റോഡിൽ. അപ്പം ഞാൻ പറഞ്ഞു ബോബേട്ടാ ഇപ്പം നമുക്ക് ഇപ്പം പോയ ആൾക്കാർ അവിടെ ഇല്ല, ആരുമില്ല, ശാന്തമാണ്. ഏത് ആംഗിളിൽ നിന്നും കട ഇവിടെ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ബോബേട്ടാ അനിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മാനേജർ ഇപ്പോഴും CM ആണ്. അനിലേട്ടനോട് പറഞ്ഞാൽ പോരെ? ഞാൻ പറയും, ഞാൻ അവനോടും പറയും. പക്ഷെ അവൻ കാണുന്നതും ഞാൻ കണ്ട കാഴ്ചയും ഒന്നാണോ എന്ന് എനിക്കറിയണം. അത് ഞാനോട് പറയില്ല, ഞാൻ പോയി നോക്കി എന്നുള്ളത്. എന്നെ വിശ്വസിച്ച് കടന്നുറങ്ങുന്ന 600 കുടുംബം ഉണ്ടെന്ന്. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആ ഒരു സൈഡ് ഓഫ് ബോച്ച് പലരും കാണില്ല. ബിക്കോസ് ഹി ഡസന്റ് വോണ്ട് ടു എക്സ്പോസ് ദാറ്റ് പാർട്ട്. ഇത് ഒന്ന്. പക്ഷെ അത് ആ നേരത്ത് പോയി നടന്നു, കണ്ടു. നെക്സ്റ്റ് ഡേ ഇതേപോലത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പുള്ളി വന്ന് നോക്കി. ആൻഡ് ഫൈനലി ദേ ഓപ്പൺ ദ ഷോപ്പ്. ഇപ്പം അടുത്ത 1 സെക്കൻഡ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം കള്ള് കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓഫ് അങ്ങനെയൊന്നുമില്ല. ഇതേപോലെ തന്നെ ഇപ്പോൾ പോയി താമസിക്കുന്ന ഹോട്ടലാണെങ്കിലും ഈസ് ബോബി ചെമ്മണ്ണൂർ ഈസ് ദ ബോസ്. ഞാൻ PA ആണ്, തോമസ് ഏട്ടൻ ഡ്രൈവറാണ്. വി ഓൾ ഹാവ് എ സിമിലർ സ്റ്റാൻഡേർഡ് റൂം. താൻ ഇതാണ് എന്നുള്ള അങ്ങനത്തെ ഒരു ആൾക്കതില്ല. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സിനിമ കാണാൻ പോയാലും കിട്ടുന്ന ടിക്കറ്റ് കയറിയിരിക്കും. മുന്നേ കുട്ടി വിളിച്ച് പറഞ്ഞ് പോയി ബുക്ക് ചെയ്ത് ഇന്നത് നോ, അങ്ങനത്തെ പ്രശ്നങ്ങളെ അവിടെ ഇല്ല. എക്കോണമി ഫ്ലൈറ്റിൽ എപ്പോഴും പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യാം, ബിസിനസ് ക്ലാസ് ഒന്നും എടുക്കില്ല. ആൾക്ക് ഈ ക്യാൻ അഫോർഡ്. ഈ കാരണം ഇതാണ്, ചിലവർക്ക് ചെയ്യുന്നത്, ചില ആൾക്കാർ എന്തുകൊണ്ട് അത് ചെയ്യുന്നു. ഇപ്പൊ ചില വണ്ടികൾ വാങ്ങുന്നത് എന്തിനാണ്? ബിക്കോസ് സ്വയം ആൾക്കാരെ കുറിച്ച് അവർക്കൊരു വാല്യൂ കിട്ടുന്നില്ല, അവർക്കത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലരും പൊസിഷൻസ് എടുക്കുന്നത്, പല പോസ്റ്റും എടുക്കുന്നത്. നമ്മൾ ആ ഒരു ഇതിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് സബ്ജക്റ്റീവ്. ഞാൻ എന്താണോ ഞാൻ അങ്ങനെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടോ അത് മതി. ബോബേട്ടൻ ആ സ്റ്റേജിലാണ്. ഇപ്പൊ ആൾക്കാർക്ക് അറിയാം പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് എല്ലാവർക്കും അറിയാം. സോ വൈ ഡസ് ഹി വോണ്ട് ടു ഷോ ഇറ്റ്? പക്ഷേ ഒരു കാര്യം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട, ആളെ ഏജും പക്ഷേ അയാൾ ബിൽഡ് ചെയ്ത ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടല്ലോ, അതൊരു 16-14 വയസ്സുള്ള ആൾക്കാരുടെ ഇടയിലും പുള്ളിക്കാരൻ്റെ ആ ഒരു ബ്രാൻഡ് ഓക്കെയാണ്. ക്രിഞ്ചാണെന്ന് പറയില്ല പല കാര്യങ്ങളും, അയാൾ ചെയ്തത് ഓക്കെയാണ്. പക്ഷേ അപ്പോൾ ഓരോ വർഷം പുള്ളിക്കാരൻ അപ്ഡേറ്റഡ് ആവണ്ടേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആണ്.
ബിസിനസ്സും അതേപോലെ തന്നെ ഇപ്പോൾ 1000 acres വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ശൃംഖലയായിട്ടാണ് പാർട്ടി നടത്തിയല്ലോ അവിടെ. അവിടെ ഓരോ പാർട്ടി നടത്തുന്നത്. എന്ത് വന്നാലും പുള്ളിക്കാരൻ ഇപ്പോൾ ക്രിപ്റ്റോയിൽ പോലും അയാൾ അപ്ഡേറ്റഡാ. പുള്ളിക്കാരുടെ പേരിൽ ഒരു കോയിനൊക്കെ ഉണ്ടാക്കാനുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മൂപ്പരെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ ആ ഒരു ബോച്ച എന്നുള്ള പിന്നെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ആലോചിക്കുന്ന ഒരാളാണ്. അതിന്റെ കാരണം ഇതാ, ഹീസ് ഈസിലി ആക്സസിബിൾ. ഓക്കെ, ആൻഡ് ഹി ഗിവ്സ് ടൈം. ഇപ്പം നാളെ നിങ്ങളൊരു ഐഡിയ ആയിട്ട് പോവുകയാണെങ്കിൽ ഹിൽ സിറ്റ് ആൻഡ് ലിസൺ. ആളല്ലാണ്ട് താനതാണ് നിങ്ങൾ ആരാത് പറയാന്നുള്ളൊരു തോട്ട് പ്രോസസ് കൊടുക്കില്ല. അത് ആ ഒരു ഓപ്പൺനെസ് ഉണ്ട്. അപ്പം അതേപോലെ ഒരു ദിവസം രാത്രി നമ്മൾ എവിടെയോ ട്രിപ്പ് ബാംഗ്ലൂർ പോയിട്ടാ തിരിച്ചു വന്ന് ഒരു പുലർച്ചെ ഒരു 3-4 മണിയായപ്പം വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് പുള്ളി കോൾ ചെയ്തു, വാ പോവാം. ഞാൻ വെച്ചപ്പോൾ അവിടെ ലോങ് പോവാണ്, ഡ്രസ്സ് എടുക്കണം. ഇല്ലില്ല നിൽക്കറ്. അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം കോഴിക്കോട് മാവ് റോട്ടിൽ പോയി ജ്വല്ലറിയിൽ. അവിടെ പോയിട്ട് അവിടെ പുള്ളി നോക്കുമ്പോൾ അവിടെ വാച്ച്മാൻ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാച്ച്മാൻ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്, ബാത്റൂം പോയതാണെന്ന് വെച്ചാൽ. നീ അത് നോട്ടി, ആളവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത്. ജിസോ, പുള്ളിയുടെ ഫൈനാൻസ് ഓഫീസർ, ജിസോനെ വിളിച്ച് പറ അയാളുടെ 500 രൂപ കട്ട് ചെയ്യണം എന്നുള്ളത്. പുലർച്ചെ 4:30 ആലോചിക്കണേ. ഞാൻ ജിസോനെ വിളിക്കുന്നത്, ജിസോ ഫോൺ എടുത്തില്ല. നീ അവിടെ എഴുതി വയ്ക്കുക, അവൻ്റെയും കട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ നിലമ്പൂർക്ക് പോയി. അവിടെ പോയി ജ്വല്ലറിയുടെ മുമ്പിൽ പാർക്ക് ചെയ്തപ്പോൾ ഒരു ആൾ ഓടി വന്നു. പുള്ളി വാച്ച്മാൻ വന്നിട്ട് പറയും ഇവിടെ നിർത്താൻ പറ്റില്ല. പറഞ്ഞു ചേട്ടാ ഇല്ല ജ്വല്ലറി അടച്ചിരിക്കുകയല്ല. ഇല്ലില്ല ജ്വല്ലറിയുടെ സ്ഥലമാണ്, ഇവിടെ പറ്റില്ല, അവിടെ നിന്ന് മാറ്റിയിടണം. പുള്ളി കാണില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, ഉള്ളിലുള്ളത് ഇയാൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടു. നീ അയാളുടെ നോട്ട് ചെയ്യും, മറ്റേ 500 കട്ട് ചെയ്തും ജിസോന് 500 കട്ട് ചെയ്ത് 1000 ഇയാൾക്ക് കൂട്ടി കൊടുക്കണം. ബോച്ച അവിടെ പറഞ്ഞില്ല ഇതിന്റെ സ്ഥാപനമാണെന്ന് പോലും പറഞ്ഞില്ല. ആളെ കണ്ടിട്ടില്ല, ആളെ ബാക്കിലിരിക്കുകയാണ്. അപ്പം ഈ പുലർച്ചെ 5 മണിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്, ഹി വോണ്ട്സ് ടു നോ വാട്ട് ഇസ് റിയാലിറ്റി, വാട്ട് ഇസ് ഹാപ്പനിങ്. പുള്ളി ഇൻവോൾവ് ആണ് പല കാര്യത്തിലും. പുറത്ത് കാണുന്നതും മീഡിയ കാണുന്നതും വേറെയാണ്, പക്ഷെ ഇറ്റ്സ് ഡിഫറെന്റ്. പുള്ളിയുടെ സിസ്റ്റം തന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് പുള്ളിയുടെ സക്സസിന്റെ ഒരു ഭാഗമാണ്. ആബ്സല്യൂട്ട്ലി, ഓൾവേസ് ചെയ്യാത്തതും അതാണ്. പിന്നെ ആളെ എനർജി എന്ന് പറയുന്നത് വേറെ ലെവലാ. ആ ഒരു ഏജിലുള്ള ആളൊന്നുമല്ല, എല്ലാം ട്രൈ ചെയ്യും. എന്ത് വേണമെങ്കിലും, മാർഷൽ ആർട്സ് ആയാലും. നോക്ക് പുള്ളിക്കാരൻ്റെ മാർക്കറ്റിംഗ് നോക്ക്, കേരളം മൊത്തം ഓടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് എല്ലാം. ഏത് നേരത്തും ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേരുണ്ടാവും നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ. ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ഇറച്ചി എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് പോളിൽ ഇരുന്നിട്ടും പുള്ളിയെ കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കണ്ട വീഡിയോ അയാളെ കുറിച്ചാണ്. എക്സാക്ട്ലി, ഷോർട്സിൽ അത്രമാത്രം മനസ്സിലായി. ഇതിപ്പോ കാണുന്ന ആൾക്ക് വിചാരിക്കും വൈറ്റ് വാഷിംഗ് ടീംസ്. അതല്ല, പുള്ളിക്കാരൻ പറഞ്ഞ റിമാർക്സിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് പുള്ളി സോറി പറഞ്ഞല്ലോ. ഒബ്വിയസ്ലി ഹി മേഡ് എ മിസ്റ്റേക്ക്, ഹി ആക്സെപ്റ്റ്സ് ദ മിസ്റ്റേക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതെ, ചിലത് ഓവറായിട്ട് പോയിരുന്നു, അതെല്ലാവർക്കും തോന്നിയ കാര്യമാണ്. അതിൽ പുള്ളി ഹൈഡ് ചെയ്യുന്നില്ലല്ലോ. യെസ്, ഹീസ് റോങ്. അങ്ങനെ ചന്തുചേട്ടൻ്റെ സ്റ്റോറിയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ സ്റ്റോറി ചന്തുചേട്ടൻ്റെ നമുക്ക് കേൾക്കേണ്ടത്, ബോച്ചേട്ടൻ ലയിക്കേണ്ടതൊന്നുമില്ല. എൻ്റെ സ്റ്റോറിയിലുള്ള ഇപ്പൊ ചന്തുചേട്ടൻ വന്നൊരു പാത്ത് സ്റ്റോറി ഫുൾ കേൾക്കുന്ന ഒരാൾക്ക് ഇൻസ്പയറിങ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാനൊക്കെ ഇതുപോലെ തന്നെ പല ബിസിനസ്സും ചെയ്യണം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പല ബിസിനസ് ഐഡിയാസും മൈൻഡിലുണ്ടായിട്ടും അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് കാണുന്ന പലരും, അല്ലെങ്കിൽ പറയാം മെജോറിറ്റി ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. ബേസിക്കലി ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ 20-25 ആൾക്കാർ, ഇവരൊക്കെ ഇങ്ങനത്തെ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചന്തുചേട്ടൻ്റെ ലൈഫിൽ നിന്ന് ചന്തുചേട്ടൻ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്, അത് എങ്ങനെയാണ്? നിഷിൻ, ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്, നിങ്ങൾക്ക് വാലിഡേഷൻ ആവശ്യമില്ല ജീവിതത്തിൽ, നിങ്ങൾക്ക് ക്രിറ്റിസിസത്തിനെ പേടിയില്ല. ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ യുവർ പാത്ത് ഇസ് ക്ലിയർ. ബിക്കോസ് പലപ്പോഴും ഉണ്ടാവുന്നത് ഈ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. അത് നമ്മളെ കുഴപ്പമല്ല. ചെറുപ്പം മുതൽ പാരൻസ് പറഞ്ഞു തരുന്നത് എന്താ, സൊസൈറ്റി അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. പഠിച്ചു കഴിഞ്ഞ് സ്കൂളിൽ എക്സാം മാർക്ക് റിസൾട്ട് വന്നാലും അവൻ എത്ര കിട്ടി, ഇവൻ എത്ര കിട്ടി. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഡു, നമ്മളത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്ത് ഇസ് ക്ലിയർ, പിന്നെ സ്ട്രെസ് വരുന്നില്ല. അപ്പം പലരും ഈ ഐഡിയാസ് ഉണ്ടായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിഷിനൊരു ഐഡിയ ഉണ്ട്, നിഷിൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാണ് ഫൈസലായിട്ടും പറയാണ്, നിഷിൻ്റെയാണ് ഐഡിയ. അവർ പറയാണ്, എടാ പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത്ര പ്രശ്നം വരും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു രീതി. ആരെടുത്ത് പോകും ഇതേ തന്നെ നിങ്ങളൊന്ന് മാറ്റി പറഞ്ഞു നോക്കാൻ, എടാ ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ആദ്യം തുടങ്ങുന്നതിന് മുന്നേ വെൻ യു ഹിയർ എ നെഗറ്റീവ് തിങ്, നിങ്ങൾ ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ ഡ്രോബാക്സിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാൻ ടൈം കൊടുക്കുന്നത്. ഇതേ തന്നെ റിവേഴ്സ് ചെയ്ത് നോക്കാൻ.
ഇതേ തന്നെ റിവേഴ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു ഓറ പിക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. അതെങ്ങനെ ആ പിക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ള ഐഡിയാസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. സോ അത് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ ഒരു 21, 22 ഒക്കെ ആയ ഏജിലുള്ള ആൾക്കാരുടെ പ്രശ്നം ഫാമിലി ആവും, അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല എന്നൊക്കെ കാര്യം. പിന്നെ നമ്മളൊരു 25 കഴിഞ്ഞ ആൾക്കാർക്ക് അവർ ഈ 9 to 5 സ്റ്റക്കാണ്. ഇത് വിട്ടാൽ പിന്നെ എനിക്ക് വേറെ ബിസിനസ് തുടങ്ങിയാൽ വേറെ ഇൻകം സ്ട്രീം ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ചിന്തിക്കണ കുറച്ച് പേരുള്ളൂ, അവരാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വന്ന് ഒരു ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്ത് ചെയ്യുന്നത്. ഫൈസൽ, അതിനും ഇപ്പം ഈ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ 2016 വരെ ലൈക്കയുടെ കൂടെയായിരുന്നു. ഐ വാസ് എ പെയ്ഡ് എംപ്ലോയി. അതെ. ആൻഡ് ഓബ്വിയസ്ലി ആ സമയം വരെയുള്ള അത്യാവശ്യം നല്ല പേർക്സും ലൈക്ക് തരുന്നുണ്ടായിരുന്നു. കാർ വാസ് ഫ്രീ, വീടിൻ്റെ മാസം അവർ പേ ചെയ്യും, നല്ല സാലറി ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഫുഡിനൊക്കെ അവരാണ് പേ ചെയ്യുന്നത്. സോ I mean, I can reveal basically 24,000 PLN I was earning in 2012. സോ ആ സമയത്ത് 14,000 നെറ്റ് ആയിരുന്നു എന്ന് ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷെ ആ സമയത്ത് അതിൽ നിന്നും I quit in 2016. I was married. I already had a daughter. ആ റിസ്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനോട് എപ്പോഴും പാർട്ട്ണർ, ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, we need a team. So my wife is a big reason for it. Okay. ഞങ്ങൾക്ക് ഒരേ സംസാരം ഉണ്ടായിരുന്നത് at least one should be an earning member, so that the other guy can take a risk. So പക്ഷെ അതിനും ഒരു റിസ്ക് ഫാക്ടറിനും വി ഗേവ് എ ടൈം ഫ്രെയിം, ഇത്ര കാലം റിസ്ക് എടുക്കുമെന്നുള്ളത്. എന്തോ ഞാനത് ക്രോസ് ചെയ്ത് പോയിന്നുണ്ടെങ്കിലും എൻ്റെ സ്റ്റോറിയിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട്, ആ സപ്പോർട്ട് ഫൈനാൻഷ്യലാണ് കേട്ടോ, ഡോണ്ട് ഈവൻ തിങ്ക് മോറൽ. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ബി പ്രിപ്പയർഡ് ടു ബി അലോൺ. ക്രിറ്റിസിസം എല്ലാം നമുക്ക് വരുള്ളൂ. സക്സസ് ഉള്ളപ്പോൾ കൂടെ ആൾക്കാരുണ്ടാവും. ഒറ്റയ്ക്കാവാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിത്തിരിക്കുക. അതിൽ പക്ഷേ ഈ പറഞ്ഞ മോറൽ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ വീടിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിൽ യൂസ് എ ട്രിഗർ. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ അന്ന് അത് ഇറങ്ങി ആൻഡ് ബിസിനസ് വാസ് ഗോയിങ് ഫൈൻ. സ്പെയിനിൽ 3 റെസ്റ്റോറൻറ്റ്സ്, ഒരു ക്ലബ്ബ്, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. ഇറ്റ് വെൻറ്റ് വെൽ. പക്ഷേ ഇറ്റ് വെൻറ്റ് വെൽ ഫോർ 2 years. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത് സ്പെയിനിൽ. അതിനേക്കാൾ കൂടുതൽ പ്രശ്നമായത് കത്തലാൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ആ ഏരിയ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരുന്നു, ടൂറിസം മുഴുവൻ പോയി. ഞാനും എൻ്റെ വേറെ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പകുതി കൊടുത്ത് 15 കൊല്ലത്തേക്ക് ലീസ് എടുത്ത ആ ഒരു ബിൽഡിംഗ് പ്രോപ്പർട്ടിയുടെ ഓണർ ബാങ്ക്രപ്സി ക്ലെയിം ചെയ്തു. ആ ഒറ്റ സമയം കൊണ്ട് പോയത് 7 കോടി രൂപയാണ്. ഐ പേഴ്സണലി ലോസ്റ്റ് അറൗണ്ട് 1.8. അതും എൻ്റെ പൈസ ആയിരുന്നില്ല, വേറെ എൻ്റെ സേവിങ് പ്ലസ് ഐ ടുക്ക് എ ബാങ്ക് ലോൺ. സോ ടെക്നിക്കലി അന്ന് ലൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓഡ് 70 lakhs ബാങ്കിലുണ്ടായിരുന്നെങ്കിലും ഐ വെൻറ്റ് ഡൗൺ 2.5. അതിൽ നിന്നും കയറാൻ ഇറ്റ് ടുക്ക് ടൈം. ഈവൻ നൗ കവർ ചെയ്തിട്ടില്ല, സ്റ്റിൽ ഐ എം കവറിങ് ഇറ്റ്. എന്നാൽ പോലും ആ ഒരു അടി വന്ന സമയത്തും ഇപ്പുറത്ത് വീടിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ട്, ബിക്കോസ് വൈഫ് വാസ് വർക്കിംഗ്, ഷീ വാസ് ഏർണിംഗ്, അതുകൊണ്ട് ഇറ്റ് വെൻറ്റ് ഫൈൻ. ഇല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇഷ്യൂ. സോ എപ്പോഴും റിസ്ക് എടുക്കുമ്പോഴും മെഷർ ചെയ്തെടുക്കുക, പക്ഷെ ഒരിക്കലും റിസ്ക് എടുക്കാതിരിക്കരുത്. ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് യു ഓൾവേസ് ഫിഗർ എ വേ ഔട്ട്. അതാണോ നമുക്ക് വേണ്ടത്, വി വിൽ ഡെഫിനറ്റ്ലി ഫിഗർ എ വേ ഔട്ട്. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എനിക്കുകൊണ്ട് ഒന്നും കൂടി നല്ല ഏജ് റിസ്ക് എടുക്കാൻ, ഒരു 21 ഇപ്പോൾ ചേട്ടൻ ലൈക്ക് തുടങ്ങിയതുപോലൊക്കെ ആ ഏജിൽ നമുക്ക് അത്ര റെസ്പോൺസിബിലിറ്റീസ് ഇല്ലല്ലോ. അതും പുറത്ത് വന്നാൽ ഒന്നും കൂടി നല്ല. ഞങ്ങളെപ്പോഴും പറയുന്ന കാര്യം, നാട്ടിൽ വീട്ടിലിരിക്കേണ്ട ഒരു കംഫർട്ട് സോൺ തന്നെയാണ്. നമുക്ക് എല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ചെയ്തൊരു ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ നമ്മളുള്ളൂ, നമ്മൾ തീരുമാനിക്കണം എന്ത് വേണം. നമ്മളെ ഭക്ഷണം പോലും നമ്മൾ കുക്ക് ചെയ്യണം. ശരിക്കും നമുക്ക് ഷെഡ്യൂൾ ചെയ്യും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഓരോ മണിക്കൂറിൽ എന്ത് ചെയ്യണം. അങ്ങനെ ആയാൽ ലൈക്ക് നമ്മുടെ തോട്ട്സ് തന്നെ മാറിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലേ. പിന്നെ പറയുന്നതാണ് സാഹചര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം പറഞ്ഞ പോലെ. ഞാൻ ഈ സ്പെയിനിൽ വന്ന സമയത്ത് ഈ സ്പെയിൻ്റെ കഥയും തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻഫാക്ട് എൻ്റെ ഒരു ഫ്രണ്ട് സ്കോട്ട്ലൻഡിൽ പോയി. ഞങ്ങൾ ഒന്നിച്ച് സ്കോട്ട്ലൻഡിൽ പോകുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു പേപ്പർ ആ കൊല്ലം പോയതുകൊണ്ടാണ് എനിക്ക് 3 months കൊണ്ട് എഴുതിയെടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ അത് എഴുതിയെടുത്തില്ല. അതിന് പകരം ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയെടുക്കുന്നത്. ആ ഒരു കൊല്ലമാണ് ഞാൻ ബോച്ചയുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഏജൻസിയിൽ പോയിട്ട് സ്കോട്ട്ലൻഡിൽ പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എൻ്റെ പേപ്പർ ഓഫർ ലെറ്ററൊക്കെ വന്നു. അവിടെ വെറുതെ ഇരിക്കുമ്പം ഒരു പോസ്റ്റർ കണ്ടു, സ്റ്റഡി ഇൻ ബാഴ്സലോണ, സ്റ്റഡി ഇൻ സ്പെയിൻ, ബാഴ്സലോണ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം 6,500 pound അന്ന് റോബർട്ട് ഗോർഡനിലെ ഫീസ്. ബാർസലോണയിൽ 5,000 euro. സോ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓൾറെഡി ഇത്ര ലോൺ പാസ്സായി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഓഫർ എന്താ?
അത് പറഞ്ഞാൽ അറിയില്ല, പുതിയതാണ്, ആരും പോയിട്ടില്ല. അപ്പം ഞാൻ പോവാം. ഞാൻ ചിന്തിച്ചത് ഓക്കെ, ഇത് ഫീസ് കൊടുത്തു, ബാക്കിയുള്ള മാർജിൻ ഉള്ളപ്പോൾ അവിടെ ചെന്ന് വേറെ ജോലി കാണാൻ വേണ്ടി കുറച്ച് കാലത്തേക്കുള്ള പൈസ കയ്യിലുണ്ടാവുമല്ലോ, ആ ഒരു പ്ലാനിലാണ് അവിടെ പോണേ. പോയി അവിടെ ചെന്നിട്ട് ഒബ്വിയസ്ലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാർട്ട് ടൈം ജോബ് നോക്കുക. സ്പെയിനാണ്, മറ്റേതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. സ്പെയിനാണ്. ഈ പറഞ്ഞ ഇംഗ്ലീഷ് കൊണ്ട് വലിയ കാര്യം നടക്കൊന്നുമില്ല, സ്പാനിഷ് അറിയില്ല, ഇല്ല, ചെന്നിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് 2006 2007 ആ ടൈമാണ്. ഇന്ത്യയിലും ഇൻ്റർനെറ്റ് അത്ര വലിയൊരു പോപ്പുലർ ബൂമിലല്ലെങ്കിലും ഇപ്പം ഇവിടെയൊക്കെ ലോക്കോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഈ ഗംട്രി ഒക്കെ പോലെ തന്നെ ഇപ്പം ജോലികൾ നോക്കാനൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ്, അതിൽ കുറേ ജോലി ഉണ്ടായിരുന്നു. അതിൽ കളക്ഷൻ മാനേജർ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റൈൽ ഫേമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഒരു 64 പേജ് ഡോക്യുമെൻ്റ് വന്നു, കോൺട്രാക്ട് വായിക്കാനും കുറേ അതൊക്കെ ആയിട്ട് എല്ലാം വായിച്ചു. കമ്മീഷൻ ജോബാണ്. ജോലി എന്താണെന്ന് വെച്ചാൽ സ്പെയിനിൽ അവരുടെ ക്ലയൻസിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുക, എന്നിട്ട് ഇവർക്ക് ഫോർവേഡ് ചെയ്യുക സിംഗിൾ കളക്ഷൻ. കാരണം എന്താ വെച്ചാൽ ഓരോ ക്ലയൻറ്റ് അയക്കുമ്പോഴും അവർക്ക് ഓരോ ക്ലയൻറ്റിനും കമ്മീഷൻ കട്ടാവുന്നതിന് പകരം ക്ലബ് ചെയ്ത് അയക്കുക. ഓക്കെ, അയച്ചു കൊടുത്തു. അവിടുന്ന് ഇൻസ്ട്രക്ഷൻ ഇമെയിലിൽ വന്നു, ഏത് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് തുറക്കണം. ഒരു ബാങ്കിൽ ചെന്നു, അക്കൗണ്ട് തുറന്നു. ആദ്യത്തെ ദിവസം ഒരു അറൗണ്ട് 9,000 euro, അന്ന് കമ്മീഷൻ 10% ആണ്, 9,000 euroളം വന്നു. സോ ആ പൈസ അയച്ചു കൊടുത്തു. 900 euro കമ്മീഷൻ. ഇവിടെ നിന്ന് ചെന്നിട്ടേ ഉള്ളൂ, 15 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ചിന്തിക്കുന്നത് അടുത്ത ദിവസം 11,000 സംതിങ്, എല്ലാം കൂടി ഒരു 30,000ഓളം അയച്ചു 3 ദിവസം. ഞാൻ 3,000 രൂപ കയ്യിലിട്ട് ഓ എല്ലാം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോവാം. ആ ചിന്ത അങ്ങനെ പോകണം. പിന്നെ സാറ്റർഡേ സൺഡേ കഴിഞ്ഞു. മൺഡേ മെയിലില്ല, ട്യൂസ്ഡേ മെയിലില്ല. ശരിയാണ്, എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ മാസം 1,00,000 euro ഉണ്ടാക്കൂല, അങ്ങനത്തെ ജോലി എവിടെയും കിട്ടില്ലല്ലോ. ഓക്കെ, അതൊന്നൊരു 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസം തേഴ്സ്ഡേ ഞാൻ മറ്റേ ഇതടയ്ക്കണമായിരുന്നു, റെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എടുക്കാനും ബാക്കി എക്സ്പെൻസിൻ്റെ പൈസ എടുക്കാനും. അന്ന് കാർഡില്ല, ബുക്കാണ്. അപ്പോൾ ബുക്ക് ആ മെഷീനിലിട്ടപ്പോൾ കുറേ ഒച്ചയൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ 9 പൂജ്യം ഉണ്ട് അതിൻ്റെ കൂടെ, ഫ്രോഡുലൻസിയ ട്രാൻസ്പെറൻസിയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോഴേ തോന്നി പണി പാളി, എവിടെയോ രജിസ്റ്റർ ഉണ്ടോ. ഞാൻ അതായിട്ട് ബാങ്ക് മാനേജറുടെ അടുത്ത് തരുന്നു. പുള്ളി എന്താ കുടിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞു. അവിടെ ഇരുത്തി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്ന സ്ക്രിപ്റ്റ് മറ്റേ ഇത് ഗ്ലാസ്സിൽ കൂടെ 2 പോലീസുകാർ കാറ് വരുന്നുണ്ട്. അവിടുന്ന് ആൾക്കാർ വരുന്നത്, മാനേജർ പോയിട്ട് കൈ ചൂണ്ടുന്നുണ്ട്, വരുന്നു, കയ്യാമം വെക്കുന്നു, കൊണ്ടുപോകണു. എന്താണെന്ന് പോലും അറിയില്ല. അവർ കൊണ്ടുപോയി 2 ദിവസം പോലീസ് സ്റ്റേഷനിലായിരുന്നു. 3ാമത്തെ ദിവസമാണ് അവർ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവർ ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചോദിച്ചു, ഞാൻ പഠിക്കുന്ന കോളേജിൽ വിളിച്ചു ചോദിച്ചു, ഞാൻ താമസിക്കുന്ന വീട്ടിൽ അന്വേഷിച്ചു. ഈ 2 ദിവസം ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. കഴിഞ്ഞു. കോർട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലൊക്കെ ആക്സസ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് കാണിച്ചു കൊടുത്തു എന്തൊക്കെയാണ് എന്താ ചെയ്തത്. അപ്പോൾ അവർക്ക് സംഭവം മനസ്സിലായി. അതായത് ഈ ഓൺലൈൻ ഫ്രോഡാണ്, പുതിയ ആളാണ്, ഇവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡിൽ ബാങ്കിൻ്റെ മെയിൻ്റനൻസ് ടൈമിൽ ഇപ്പോൾ നമുക്ക് പലപ്പോഴും മെസ്സേജ് വരില്ലേ, ഇന്ന ടൈം സെർവർ ഉണ്ടാവില്ല ഓൺലൈൻ. അങ്ങനത്തെ മെയിൻ്റനൻസ് ടൈമിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഹാക്ക് ചെയ്തിട്ട് സ്പെയിനിലെ കുറേ കമ്പനികളിൽ നിന്നും പൈസ ഒന്നിച്ച് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഇവിടുന്ന് ഇസ്താംബുളിലേക്ക് എവിടേക്കോ ആരോ ട്രാൻസ്ഫർ ചെയ്തു. 9 മില്യൺ euro. അപ്പോൾ അത് ഫ്രോഡുലൻസ് ട്രാൻസ്ഫർ ആണെന്നുള്ളത് മനസ്സിലാവുന്നത് പുറത്ത് വിട്ടു. പക്ഷേ ഉണ്ടായത് എന്താ വെച്ചാൽ ഈ 4 ദിവസം ഉള്ളിലായിരുന്നല്ലോ. പുറത്തിറങ്ങിയപ്പം കോളേജിൽ നിന്ന് സീറ്റ് പോയി. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബാഗ് എടുത്ത് പുറത്ത് വെച്ചല്ല. പിന്നെ 15 ദിവസമായിട്ടുള്ളൂ. അവിടെ അറിയുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് അറിയുന്നവർ പോലും ഫോൺ എടുക്കില്ല. അന്ന് രാത്രി ഞാൻ കടന്നുറങ്ങിയത് ഒരു ATM കൗണ്ടറില്ല, കുറേ പിച്ചക്കാരുടെ കൂടെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നെക്സ്റ്റ് ഡേ കുറേ സ്ഥലത്ത് വീട് പോയി ചോദിച്ച് അങ്ങനെ ഒരു പാകിസ്ഥാനികളുടെ കൂടെ ആയിട്ട് താമസിക്കുന്ന ഒരു 16 പേരൊരു വീട്ടിൽ, അപ്പാർട്ട്മെൻറ്റിൽ. യെസ്, അതാണ് അവിടുത്തെ സ്റ്റാർട്ടിങ്. പക്ഷെ അന്ന് ലൈഫ് പലതും പഠിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡേ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയും നാട്ടിൽ പോകണം, ഇനി ഇവിടെ പറ്റില്ല. പക്ഷെ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചിന്ത വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എത്തി, ഇതിന് ഇറങ്ങണമെങ്കിൽ എനിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ പുറത്തിറങ്ങുന്നതും പിന്നെ ഈ പറഞ്ഞ ജോലി അന്വേഷിക്കുന്നതും വേറൊരു കോളേജിൽ പോയിട്ട് പാർട്ട് ടൈമിന് ചേരുന്നതും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ലൈഫ് പലതും പഠിപ്പിക്കും. സോ ഐദർ യു ക്യാൻ റൺ അവേ ഓർ യു ക്യാൻ ഫേസ് ഇറ്റ്. ഈ ഫിയറിൻ്റെ മീനിങ് പോലെ തന്നെയാണ്. ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്, ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ. ഇതാണ് ഫിയർ. അപ്പോൾ അതിലേത് നമ്മൾ ചൂസ് ചെയ്യുന്നു അതനുസരിച്ച ലൈഫ്. ചന്തു ചേട്ടനെ പണ്ടൊരു പ്രണയം എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഫാരിസ് അടക്കം എപ്പോഴോ പറഞ്ഞത്. പ്രണയം പഠിപ്പിച്ചതല്ല, പ്രണയം നമുക്കൊരു ട്രൂ ആയിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു. ഐ ലൈക്ക് ഹർ, ഹി ഡസ് ലൈക്സ് മീ, ഡസ് ലൈക്ക് മീ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അതിന്റെ ഭാഗമാണ് ഈ കാണാൻ ടാറ്റു. ആ കൊച്ചിന്റെ പേരായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ മോൾ കൂടെ അവസാനം ധരിച്ചിട്ട് വേറെ ആളുടെ ലൈഫാണ്. പക്ഷെ
അത് ഇന്നും കൊണ്ടു നടക്കുന്നത് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യുമ്പോഴല്ലോ ഒരു മനുഷ്യനല്ലേ ഒരു അഹങ്കാരം വരും. ആ അഹങ്കാരം വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതാ, there was one somebody who rejected you, so you're not perfect. That brings me down ആ ലെവലിലേക്ക്. അപ്പൊ എന്റെ മനസ്സിൽ എന്ത് അച്ചീവ് ചെയ്യുമ്പോൾ അഹങ്കാരം വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനാണ് ഐ യൂസ് ദിസ്. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടന് പൊളിറ്റിക്കലി എങ്ങനെ നെറ്റ്വർക്ക്സ്, പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സിനായിട്ടോ അങ്ങനെ? ഞാനൊരു 2019 ഇലക്ഷൻ്റെ ടൈമിൽ 3 മാസം ഐ ഹാഡ് ഗോൺ ടു ഇന്ത്യ ആസ് എ കൺസൾട്ടൻറ്റ് BJPക്ക് വേണ്ടിയിട്ട് രാജസ്ഥാനിലും ബീഹാറിലും. സോ അവരായിട്ടുണ്ട്. ആം ആദ്മി ഹാവ് ഗോൺ ദെയർ, ഐ ഹാവ് സ്പോക്കൺ ടു ദോസ് പീപ്പിൾ. ബിക്കോസ് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് ചിലപ്പോൾ ഐഡിയോളജിക്കലി ചിലവർക്ക് ചില കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഗിവൺ ഡേ, ഹൂഎവർ കംസ് ഇൻ, നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ദെർ ഇസ് നോ പോയിന്റ്. സോ അതിൽ പുറത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ വി വിൽ നെവർ നോ. വെൻ യു ഗെറ്റ് ഇൻവോൾവ്, അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഈ കൺസൾട്ടിങ് ടൈമിൽ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, കേരള ആണല്ലോ, ഒബ്വിയസ്ലി കേരള എന്ന് പറയുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലായിരുന്നു, ഡൽഹി, നിങ്ങൾ ബീഫ് കഴിക്കുമോ? അങ്ങനെ കഴിക്കും. അതെ, അതിനെന്ത് ഉത്തരം പറയുന്നുള്ളത് നമുക്കപ്പുറം ഡൗട്ട് വരുമല്ലോ, നോർത്ത് ആയതുകൊണ്ട്. പറഞ്ഞു ഓഫ്കോഴ്സ് കേരള അല്ലേ, വാ നല്ല സ്ഥലമാണ്, ജുമാ മസ്ജിദിനോട് സാധനം കിട്ടും, അങ്ങനെ പറയുന്ന ആൾക്കാർ. യെസ്, ഫ്രം ദോസ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് യു നെവർ തിങ്ക് ഇവരത് പറയുന്നുള്ളത്. അപ്പോൾ ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ ബീഫിനെ സ്പെല്ലിംഗ് മാറ്റി ബഫ് നിയമം, അപ്പോൾ സ്പെല്ലിംഗ് മാറ്റിയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പെർസ്പെക്റ്റീവ്, ദേ ആർ ലുക്കിംഗ് അറ്റ് സെല്ലിംഗ്. ഇതെല്ലാം മാർക്കറ്റാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യണം, എവറി സിംഗിൾ തിങ് ഇസ് എ പ്രൊഡക്റ്റ്. സോ അത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, എങ്ങനെ ഡിവൈസ് ചെയ്യുന്നു, അതിൽ ഏത് രീതിയിലാണ് എക്സ് ആൻഡ് വൈ കൊണ്ടുപോകുന്നത്, ആൻഡ് അതിന്റെ ലോകം തന്നെ വേറെയാ. അതായത് ഈ ഇൻസെപ്ഷൻ മൂവി കാണുന്നില്ലേ, ലിറ്ററലി അതാണ് നടക്കുന്നത് പല വാർത്തകളിലും പല രീതിയിലും. നമ്മൾ ശരിക്കും കാറ്റലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു കെൻ റിയലി സീ ഇറ്റ്. ഞാനത് ഇന്ന പാർട്ടി ഒന്നും പറയുന്നില്ല, പക്ഷെ ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലെറ്റ്സ് ഇപ്പോൾ 4 പാർട്ടീസ് ഉണ്ട്. അതിൽ 4 എണ്ണത്തിൽ ഒരാൾ ഇപ്പം 4 വോട്ടേഴ്സ്, ഒരാൾ നിഷ്പക്ഷമാണെങ്കിൽ ഒരു പെർസെൻറ്റേജിൽ ലെറ്റ്സ് 100ൽ ഈക്വലി ഡിവൈഡ് ചെയ്യണം, 20-20-20 3 പാർട്ടിക്കാർ. ആ ബാക്കിയുള്ള 40 നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരാണ് ഹൂ ഡിസൈഡ്സ് ദ വോട്ട്. ബിക്കോസ് 20 എന്തായാലും കിട്ടുന്നവർക്കറിയാം. അതിൽ ഒരു പാർട്ടി ചെയ്യുന്നത് അവരെക്കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള PR അവർ തന്നെ ഇറക്കും. അവരെക്കുറിച്ച്, സ്വന്തം പാർട്ടിനെ കുറിച്ച് അവർ തന്നെ ഇറക്കും. അത് ഇറക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ബാക്കി 2 പാർട്ടിക്കാരുള്ളൂ ഇവർക്കെതിരായിട്ടുള്ളവർ, അവരിത് അങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്യും. ബിക്കോസ് അവർക്ക് കിട്ടിയൊരു ആയുധമല്ലേ. ആ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ അവരുടെ കൺസ്യൂമേഴ്സ് ആരാ, ഈ നിഷ്പക്ഷരായ 40% ആൾക്കാർ. ഇവരത് കാണും. ഈ പാർട്ടി 1, 2, 3 അങ്ങനെ ചെയ്യും. അപ്പം ഇവരതിങ്ങനെ വായിച്ചിട്ട് ഈ നിഷ്പക്ഷമായിട്ടുള്ള 40ൽ എത്ര പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ആ 40%ന്റെ 50%, അതായത് 20 ആൾക്കാരുടെ മുകളിൽ ആ ന്യൂസ് കണ്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള വാർത്ത അവർ പുറത്തിറങ്ങും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സത്യമായിട്ടുള്ള വാർത്ത പുറത്തിറങ്ങുമ്പോൾ ഇവർ നല്ല പിള്ളകളായി. അത് മാത്രമല്ല, നാളെ ഇവരെക്കുറിച്ച് ശരിക്കും തെറ്റായിട്ടുള്ള വാർത്ത മറ്റൊരു പറഞ്ഞാലും ഇവരുടെ സ്ഥിരം പരിപാടിയല്ലേ, ഇവർ ഈ ഫേക്ക് PR ആയിട്ട് മുന്നിൽ പോവാണ്, അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് ഇവരങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്യും. ഇതൊക്കെയാണ് കൺസൾട്ടൻസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ, അത് നമ്മൾ ചിന്തിച്ചു പോലും ഇല്ല. അങ്ങനെ ഈ സ്റ്റോറീസൊക്കെ നമ്മളെ കേരളത്തിൽ ഗവൺമെന്റ് പാർട്ടീസ് ചെയ്യുന്നതാണ് ഇലക്ഷൻ്റെ ടൈമിൽ. എല്ലാവരും, കേരളം മാത്രമല്ല, ഈവൻ ഇഫ് യു ടേക്ക് ഫ്രം US election to everywhere. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒബാമയുടെ ഇലക്ഷൻ മുതലാണ് ഈ കൺസൾട്ടൻസിന്റെ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ ഇതിലേക്ക് പോകുന്നത്. ഇതിന്റെ കാരണം ഇതാണ്. കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് ആവുന്ന സമയത്ത് പിന്നെ കോർപ്പറേറ്റ് ചിന്തിക്കുന്നത്, വാട്ട് ഡു കോർപ്പറേറ്റ്സ് ഡു, ദേ സെൽ ഐഡിയാസ്. സോ അപ്പോൾ ഒരാളിപ്പം അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കണ്ടന്റ് എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ആഡായിട്ട് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ എവറിത്തിങ് ഈസ് ബീങ് ഹേർഡ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താ, അത് എന്തിനു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഇറ്റ്സ് ഫോർ ഇൻസെപ്ഷൻ. സോ ആ ഇൻസെപ്ഷൻ യൂസ് ചെയ്യുന്നത് പൊളിറ്റിക്സിൽ ഇങ്ങനെയാണ്. കോർപ്പറേറ്റ്സ് എടുക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ്സ് യൂസ് ചെയ്യുന്ന രീതിയും, ഇപ്പം നിങ്ങൾ എവിടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള എന്താണ്, നിങ്ങളുടെ ഫാഷൻ സെൻസ് എന്താണ്. സോ ഇതൊക്കെയാണ് ആ പറഞ്ഞ കമ്പനീസിനെ അവർ സെല് ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് അത് മോഡ്യൂൾ ചെയ്ത് തരുന്നത്. നാളെ അതായിരിക്കും തോട്ട് പ്രോസസ്സിലേക്ക് പോവുക.
ബ്രെക്സിറ്റ് പോൾസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വന്നിരുന്നല്ലോ. Big time. അതായത് ഇമിഗ്രൻസിനോട് ഇഷ്ടക്കേടുള്ള ആൾക്കാരെ, നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് ടാർഗറ്റഡ് ക്യാമ്പയിൻസ് അയച്ചിട്ട് ബ്രെക്സിറ്റ് പോൾസ് ഇൻഫ്ലുവൻസ് ചെയ്ത വാർത്തകളൊക്കെ ഉണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പിന്നെ മാനേജ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് ഇങ്ങനത്തെ PR വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ എല്ലാ പാർട്ടീസും അവർ നല്ല ഫണ്ട് ചെയ്യുന്നുണ്ടാവും. 100%. അത് അല്ലാതെ നടക്കില്ല. അതങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഇമേജ് മാനേജ്മെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. കോർപ്പറേറ്റ്സിനുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ സെൽസ് ഇല്ലേ, അപ്പോൾ ഈ IT സെല്ല് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ കേട്ടിരുന്നതാണ് BJPയുടെ IT സെല്ല് നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഈ ഏജൻസി തന്നെയാണ് അത് ചെയ്യുന്നത്. See, when you have the money, you can buy anything. ഓക്കെ. അത് ഇന്ത്യ ഇവിടെ നോക്കും വേണ്ട. പിന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പം അവർ പവർഫുൾ എന്ന് പറയാൻ കാരണം എന്താ? ദാറ്റ്സ് എ ലാർജസ്റ്റ് പാർട്ടി വിത്ത് മണി. സോ പൈസ എവിടെയാണോ, ഇപ്പം അമേരിക്ക എന്തുകൊണ്ടാണ് ലോകശക്തി എന്ന് പറയുന്നത്? ദാറ്റ്സ് എ നമ്പർ എക്കോണമി. അല്ലാണ്ട് അവിടെ ആൾക്കാരാണ്, ഇവിടെ ആൾക്കാർ, എല്ലായിടത്തും ആൾക്കാർ തന്നെയാണ്. അതിനൊരു വ്യത്യാസമില്ല. മനുഷ്യർ തന്നെ. ദ റീസൺ ഇസ് ദിസ്. പൈസ എവിടെയാണോ ഇറ്റ്സ് വേസ്. ഇപ്പം പറയുന്ന കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് അറിയില്ല, എന്നാൽ പോലും കോൺട്രവേഴ്സീസ് നമ്മളെ മെയിൻ അങ്ങനെയല്ല. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നോട്ട് നിരോധത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്താ? നോട്ട് നിരോധിച്ചല്ലോ, വാട്ട് ഇസ് ദ വ്യൂ പോയിന്റ്? വാട്ട് ഇസ് ദ സ്റ്റോറി? ഞാൻ മനസ്സിലാക്കി പറയട്ടെ. ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇപ്പം നോട്ട് നിരോധിച്ച് BJP ആണ്, ലൈക്ക് മോദിയാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ന്യൂസ് അവരുടെ കയ്യിലുണ്ട് നോട്ട് നിരോധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തുള്ള കറൻസി എല്ലാം അവർ മാറ്റിയിട്ടുണ്ടാവണം. ബാക്കി പാർട്ടീസിൻ്റെ കയ്യിലുള്ള കറൻസി അവർക്ക് അറിയില്ല ഇത് നോട്ട് നിരോധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹാർഡ് മണി അവർക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. ലൈക്ക് അപ്പോൾ അവർക്ക് പവർ കുറഞ്ഞു, ലൈക്ക് മണി യൂസ് ചെയ്യാനുള്ള. അതല്ലേ ഓബ്വിയസ്ലി ദാറ്റ് ഇസ് സ്ട്രാറ്റജി. പക്ഷേ ഈ ഹാർഡ് മണി ഒരിക്കലും വെക്കാറില്ല അധികം ആൾക്കാർ. വെക്കില്ല എന്നല്ല, പക്ഷേ ഇത് എപ്പോഴാണ് നിരോധിച്ചതെന്നുള്ളതാണ് ടൈമിംഗ് ആണ് അതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ. November 8 November 9 UP ഇലക്ഷൻ നടക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സമാജ്വാദി പാർട്ടി റിലേറ്റഡ് പാർട്ടീസ് ഇല്ലാതെ ആയത് 9,000 crores ആണ്. 9,000 crores which they had paid. നല്ല കാര്യമല്ല പറയുന്നത്. അതായത് ഇപ്പം വോട്ട് വാങ്ങാൻ വേണ്ടി പൈസ കൊടുക്കണം എല്ലാ പാർട്ടിക്കാരും ചെയ്യും. പക്ഷെ അവർക്ക് അന്ന് രാത്രി പോയത്. അതിനുശേഷം അവർക്ക് UP ഇലക്ഷൻസ് നോക്കാൻ they never come back. വെപ്പൺ എപ്പോഴും എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി X and Y പൊളിറ്റിക്കൽ പാർട്ടീസിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ലാൻഡിലാണ്, റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് പൊളിറ്റിക്സ് ഇല്ലെങ്കിലും ആളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. ഒരാളുടെ ഭർത്താവാണ്, എന്നാലും ഇങ്ങനെ എടുത്തെടുത്ത് കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഫണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നത് രീതി വാസ് മെയിൻലി റിയൽ എസ്റ്റേറ്റ്. നോട്ട് നിരോധിച്ചപ്പോൾ എന്താ ഉണ്ടായത്? റിയൽ എസ്റ്റേറ്റ് വാല്യൂ വെന്റ് ഡൗൺ കംപ്ലീറ്റ്ലി, വാഷ്ഡ് ഔട്ട്. ദാറ്റ്സ് വൺ തിങ്. ശരി. അപ്പോൾ പിന്നെ അതിനുശേഷം പക്ഷേ ബ്ലാക്ക് മണി കൺട്രോളിംഗ് ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഇപ്പോൾ മലപ്പുറത്ത് കോയൽപ്പണൊക്കെ ഒരുപാട് പണ്ടുണ്ട്, ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതൊരിക്കലും നിൽക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ് ചെയ്യണം. ഫിസിക്കൽ നോട്ട് ഫുള്ളി നിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ it becomes rendered like CBDC വരണം, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. പക്ഷേ ഇതൊന്നും വരില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ ആർക്കും വരാൻ താല്പര്യമില്ല, ആൾക്കാർക്കും താല്പര്യമില്ല. ഇപ്പം നമ്മൾ ഈ കറപ്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്ന കറപ്ഷനോ പറയുന്ന കറപ്ഷനോ എപ്പോഴും പൊളിറ്റിക്കൽ കറപ്ഷൻ ആയിരിക്കും. ഫാരിസ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും ലിറ്ററലി എത്ര പ്രാവശ്യം ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടുണ്ട്? ടിക്കറ്റ് കിട്ടാതെ പോയി നിൽക്കുമ്പോൾ, അതായത് ആൾക്കാർ എക്സ്ട്രാ പൈസ കൊടുത്ത് 30 ടിക്കറ്റ് 40 വിൽക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. See, that is contributing to the economy as a black. അതൊരു രീതിയാണ്. എസ്പെഷ്യലി നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലോകത്ത് വേറെ എവിടെയൊക്കെ പോയി, ഇപ്പം പല സ്ഥലത്തും കൊണ്ടില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നിങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ തന്നെ പോവുക, ദൈവത്തിന് വരെ ബ്രൈബ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നെ ഒന്ന് ജയിപ്പിക്കണേ, ഈ പൂജ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ചെയ്തോളാം, ഈ കുർബാന ചെയ്തോളാം, ഇത് ചെയ്തോളാം, എത്ര തവണ നിസ്കരിച്ചോളാം, എല്ലാം നമ്മൾ ദൈവത്തിന് വരെ ബ്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് ഇംബെഡഡ് ഇൻ അസ്. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി എടുത്ത് കളയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് ഏറ്റവും ആവശ്യം. ബേസിക് നീഡ്സ് ഒരാളുടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരാളെ ഒരു സ്ഥാനത്ത് കയറ്റിയിരുത്തുന്നത്? അല്ലെങ്കിൽ ബിക്കോസ് ഇവരാരും പൊട്ടിമുളച്ച് വന്നാലല്ലോ. ഇപ്പോൾ ഈ എപ്പോഴും ഇരുന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് സ്പെയിനിൽ വർക്ക് ചെയ്യുമ്പോഴും ഐ ഓൾവേസ് യൂസ് ടു ബ്ലെയിം പൊളിറ്റീഷ്യൻസിനെ. അന്ന് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, വൈ ബ്ലെയിമിങ് ദം? ബിക്കോസ് നിങ്ങളല്ലേ വോട്ട് ചെയ്ത് കയറ്റുന്നത്. നിങ്ങൾക്ക് ഇത്ര അറിയാമെന്നുണ്ടെങ്കിൽ വൈ ഡിഡ് യു കം ഔട്ട് ഓഫ് ദറ്റ് കൺട്രി ആൻഡ് വർക്ക് ഹിയർ? യു ആർ ഹാവിങ് എ ലൈഫ്, സോ വൈ ഡിഡ് യു ലീവ് ഇറ്റ്? ശരിയല്ലേ? നമ്മളെല്ലാവരും അവിടെ നിന്ന് വിട്ടു വന്നു, വി ആർ ഹാവിങ് എ ഹാപ്പി ലൈഫ്, നമ്മൾ തിരിച്ചു നിന്ന് കുറ്റം പറയും.
ബെറ്റർ ഇസ് ടു ഗെറ്റ് ഇൻ ടു സിസ്റ്റം ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ഇറ്റ്. അല്ലെങ്കിൽ പുറത്തുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ സച്ച് തിങ്സ് അറ്റ് ഓൾ. ലോകത്ത് നിങ്ങൾ എല്ലായിടത്തും ആ ചോദിക്കാം, ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് എന്താണ് നേടുന്ന ആൾക്കാർ? ലിറ്ററലി നത്തിങ്. ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ സമയം പോവും ആൻഡ് മീഡിയ അവരെ വിറ്റ് കാശാക്കും. അല്ലാതെ സോളിഡ് ആയിട്ടൊരു ഇത് വരുന്നില്ലല്ലോ ഏത് കാര്യം എടുത്താലും. അതെ, നമുക്ക് പൊളിറ്റിക്സ് മാറ്റിയിട്ട് ചന്തുചേട്ടൻ്റെ സ്റ്റോറിയിലോട്ട് തന്നെ തിരിച്ചു വരാം. ചന്തുചേട്ടൻ, എന്നിട്ട് നിങ്ങളിപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ബിസിനസ്സൊക്കെ തുടങ്ങി, മലയാളി എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി, ഇപ്പോൾ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ 2 years, ഫസ്റ്റ് 2 years വാസ് റിയൽ സ്ട്രഗിൾ. ഈവൻ എന്താ പറയുക, നമ്മൾ ഈ ഗ്രോ ഫസ്റ്റ് ഓബ്വിയസ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നത് ആൽക്കഹോളിൻ്റെ സെഗ്മെൻറ്റ് ആകുമ്പോഴും ആൻഡ് ന്യൂ ബ്രാൻഡ് ആകുമ്പോഴും ഒരിക്കലും ഇത്രയും വലിയ വലിയ കമ്പനീസിനോട് കോമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ബഡ്ജറ്റ്സ് ഇല്ല, നമ്മൾ അവരുടെ മുതൽ ഒന്നുമല്ല. പക്ഷെ അതെങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ട്രൈഡ് സ്കെയിലിംഗ് അപ്പ്. ആൻഡ് ഈ പറഞ്ഞ പോലെ മലയാളി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഐ നെവർ സ്റ്റാർട്ടഡ് മലയാളി. മലയാളി വാസ് ദെയർ. മലയാളി ഈസ് എ ബ്രാൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് എ ബിഗർ ബ്രാൻഡ്. ഞാൻ ആ പേരെടുത്തൊരു പ്രൊഡക്റ്റ് ആക്കി, അതാണ് ചെയ്തത്. ഇറ്റ്സ് എ റിവേഴ്സ് എഞ്ചിനീയർഡ് തിങ്. അതിൽ ഒബ്വിയസ്ലി നമ്മളൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഈ പറഞ്ഞ പോലെ റൈസ് ഫ്ലേക്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും അതും ചേംബർ, അഗെയിൻ കമ്മിങ് ബാക്ക് ടു ചേംബർ, നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ഇവിടെ ഒരു ഓർഡർ വന്ന റൈസ് ഫ്ലേക്സിൻ്റെയാണ്, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ. അവരത് യുദ്ധം തുടങ്ങി. റഷ്യ ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തപ്പം ഡോളറിൻ്റെയും പോളിഷ് കറൻസി പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്ത സമയത്ത് they couldn't buy it. അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ബേസിസിലാണ്, അതിൽ നിന്നാണ് ബിയറിൻ്റെ ഒരു ആശയം ഉദിക്കുന്നത്. ആൻഡ് അങ്ങനെ ഉള്ളതിലാണ് പേര് മലയാളി ഇട്ടത്. ബിക്കോസ് അന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു, ഉക്രൈൻ ബോർഡർ മലയാളികളായിരുന്നു. ആസ് എ ട്രിബ്യൂട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ആ പേരിൽ തുടങ്ങിയത്. പക്ഷേ ടച്ച് വുഡ് പ്രൊഡക്റ്റ് നല്ല ആയതുകൊണ്ട് ഇറ്റ്സ് സ്കൈ റോക്കറ്റഡ് യൂറോപ്പിൽ. ഇപ്പം പിന്നെ നമ്മൾ യു എയിൽ എൻ്റർ ചെയ്തു. നമ്മൾ യു എയിൽ ഇപ്പം മലയാളി വെർജിൻ എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ളി നോൺ ആൽക്കഹോളിക്, 0.0% ആൽക്കഹോൾ. ഇപ്പം നമ്മൾ ഇൻഫാക്ട് അതിന് ഹലാൽ സർട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ഇവിടുന്നാണ് ചെയ്യുന്നത്? അതെ, ഇവിടുന്ന് ചെയ്യുന്നത്. ബ്രൂവറിയിൽ നിന്ന് ചെയ്യാം, ബ്രൂവറിയിൽ നിന്ന് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇല്ലാതെയും വിൽക്കാം. ലെറ്റ്സ് സേ ഹൈനിക്കൻ 0.0 ഉണ്ട്, യു എയിലുണ്ട്. ഒന്നും വേണ്ട, ഗൂഗിൾ നോക്കിയാൽ മതി. ഹൈനിക്കൻ 0.0 ഹാസ് 0.03% ആൽക്കഹോൾ. നമുക്കത് ചെയ്യാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞ പോലെ യു ആർ ഫൂളിങ് സം ട്രസ്റ്റ്. എത്തിക്സ് ഇല്ലാതെ ഇപ്പൊ എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. അതായത് എത്തിക്സിനേക്കാൾ കൂടുതൽ ഒരു കോൺഷ്യൻസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ അത് ചെയ്തു, പീപ്പിൾ ആർ ഇപ്പോൾ ബൈയിങ് ഇറ്റ്, യൂസിങ് ഇറ്റ് ഇൻ എവറിത്തിങ്, യു മേക്ക് മണി ഓഫ് ഇറ്റ്. പക്ഷേ നാളെ പിടിക്കപ്പെടുന്നുള്ള പേടിയേക്കാൾ കൂടുതൽ ഒരാളത് കഴിക്കുന്ന കാണുമ്പോൾ എനിക്കറിയാം അതല്ല എന്നുള്ളത്. ഞാൻ എന്നോട് എന്താ ആൻസർ പറയും? അതായത് ഇപ്പോൾ ആൽക്കഹോൾ വിൽക്കുന്ന ആളാണ്, ഞാൻ എന്തിനാ കോൺഷ്യസ് നോക്കണം? പക്ഷേ ആൽക്കഹോൾ ആവശ്യമുള്ളത് അത് കുടിച്ചോട്ടെ. പക്ഷെ ആ രാജ്യത്തൊരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത് അതിന് എഗൻസ്റ്റ് പോകരുത്. ബിക്കോസ് യു ഹാവ് ടു റെസ്പെക്ട് ഇറ്റ്. ഇപ്പം ഇവിടെ വന്നു പോളണ്ടിൽ അവരുടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവരുടെ റൂൾസ് ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല, പക്ഷേ യു ആർ ലിവിങ് ഹിയർ, യു റെസ്പെക്ട്. സോ അത് ആ ഒരു ലൈൻസ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറില്ല. പോളണ്ടിലെ ഹലാൽ സർട്ടിഫിക്കേഷൻ യു എയിൽ അക്സെപ്റ്റഡ് ആണോ? പിന്നെ ബിക്കോസ് ഹലാൽ സർട്ടിഫിക്കേഷൻ എവിടെ നിന്ന് ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിൽ പോലും ദാറ്റ്സ് കമ്മിങ് അണ്ടർ സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിലാണ് അതുള്ളത്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യാം. ഇപ്പോൾ അതില്ലാതെയും വിൽക്കാം, 0.0 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിൽക്കാം. ഹൈനിക്കിന് എവിടെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ളത്? ദേ ഡോണ്ട് ഹാവ് ഇറ്റ്. ബാർബിക്കാൻ എവിടെയുള്ള? ദേ ഡോണ്ട് ഹാവ് ഇറ്റ്. പക്ഷെ നമ്മൾ അതും കൂടി ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളത് വി വോണ്ട് ടു ഗോ എക്സ്ട്രാ സ്റ്റെപ്പ്. അപ്പോൾ അത് ഒറിജിൻ കൺട്രിയിൽ തന്നെ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? ബിക്കോസ് ഒറിജിൻ കൺട്രിയിൽ ഇപ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫാക്ടേഴ്സ് നോക്കണേ ഇവിടെ ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മുതൽ എല്ലാം നോക്കണ്ടേ? അതിപ്പോൾ വേറെ സ്ഥലത്ത് സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒറിജിൻ കൺട്രി തന്നെ വേണം. യു എയിൽ ഇപ്പോൾ എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹലാൽ ബിയർസ്? എല്ലായിടത്തും. നമ്മളിപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഈ വെർജിൻ ചെയ്യാനുള്ള പ്ലാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ലുലുവിലാണ്. അവർക്കാണ് ആദ്യം അത് കൊടുക്കുന്നത്. അത് ലോകത്തിലെ ഏറ്റവും അഡ്മയർ ചെയ്യപ്പെടുന്ന മലയാളി, പുള്ളിയുടെ സ്ഥാപനത്തിലാണ്ട് പിന്നെ വേറെ എവിടെ കൊണ്ടൊക്കെയാണ്. അവിടെ വേറെ ബിയേഴ്സ് വരുന്നുണ്ട് ഇതുപോലെ 0%. ബാർബിക്കാൻ ഉണ്ട്, ഹൈനിക്കൻ 0 ഉണ്ട്, കൊറോണ 0 ഉണ്ട്. പിന്നെ ചേട്ടൻ ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ 0 ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിലെത്തിയപ്പോൾ പിന്നെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത് ഇന്നെ കൊണ്ട് പിടിച്ചാൽ എല്ലാം ഇപ്പം നമ്മളൊക്കെ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ എല്ലായിടത്തും എത്തും, അത് ചെയ്യണം ഇത് ചെയ്യണം. പിന്നെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഇനി ആ ആളെ വേണം, ഇനി ഇത് ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്തിലേറെ ഹൈ ആയിട്ടുള്ള ഒരാളെ വേണം.
ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എത്ര പേരെ ഹയർ ചെയ്തു ടീമിലോട്ട്? ആ സ്റ്റേജിൽ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ. ഇപ്പം 2 പേരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇനിയും നോക്കുന്നത് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരെയാണ്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഞാൻ 10 കൊല്ലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അതായത് എനിക്ക് ആ ബോധ്യമുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബിക്കോസ് എനിക്ക് ആ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ത്രെഷോൾഡ് എത്തി. ഇനി അത് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഓബ്വിയസ്ലി ബെറ്റർ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് അറിവും കൂടുതൽ വേണം ആൻഡ് ബെറ്റർ പ്ലേസ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അതിലുള്ള കാര്യങ്ങൾ ഓരോ ഇൻഡസ്ട്രി ഓരോ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഇപ്പം നിങ്ങളോടുള്ള ഇവിടെ പോഡ്കാസ്റ്റിന് മുന്നേ ഉള്ള ലാസ്റ്റ് കോൾ വാസ് UAE ഇതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് മാനേജറോട് സംസാരിക്കുകയായിരുന്നു UAE മാർക്കറ്റിനെ കുറിച്ച് അറിയാനും അയാളെ അവിടെ ഹയർ ചെയ്യാനും വേണ്ടിയിട്ട്. പക്ഷെ അല്ലാതെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ടീം വർക്ക്, ടീം ഇല്ലാതെ ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ത് വന്നാലും. ചേട്ടൻ ഈ ഒരു സ്റ്റേജിലൊക്കെ ഇപ്പോൾ ചിന്തിക്കില്ല പൈസ ഉണ്ടാക്കുക എന്നല്ല, ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് പോവുക, പൈസ വരുന്നുണ്ടോ പോകുന്നുള്ളത്, ഇൻവെസ്റ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഈ ഒരു ലാസ്റ്റ് 2 years നമ്മൾ ഈ ബിൽഡിംഗ് സ്റ്റേജിൽ ലാസ്റ്റ് 2 years ₹1 ശമ്പളം പോലും ഇല്ലാതെയാണ് ഇതുവരെ ഐ ഹാഡ് വർക്ക്ഡ് ഓൺ ദിസ്. ഓക്കെ. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, പ്രൊഡക്റ്റ് വിൽക്കുന്നു, അത് തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അതിലും നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സമയത്തൊക്കെ സ്റ്റിക്കർ നമ്മൾ ചീപ്പായിട്ട് എവിടെ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ അവിടെ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പുലർച്ചെ 2-3 മണി വരെയൊക്കെ ഇരുന്ന് സ്റ്റിക്ക് ചെയ്യും ഓരോ ബോട്ടിലും. യെസ്. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്തതിൽ അറൗണ്ട് ഒരു ക്ലോസ് ടു 30,000-40,000 ബോട്ടിൽസ് ഞാൻ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ടേക്സ് ടൈമാണ് അവിടെ മണി തന്നെ. പക്ഷെ നമ്മുടെ ആ റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു സഡൻ ഗ്രോത്ത് ആയിപ്പോയി. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൺട്രോൾ കിട്ടില്ല. നോ. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ മലയാളി ബിക്കേം എ മോൺസ്റ്റർ വിച്ച് ഐ കാൺ കൺട്രോൾ എനിമോർ. അപ്പോൾ ആ സ്റ്റേജിലെത്തി. ഇപ്പം ഇപ്പോൾ പോലെ വി ഗോട്ട് എൻ ഇൻവെസ്റ്റർ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വി ആർ എക്സ്പാൻഡിങ്. ആ രീതിയിൽ ഇപ്പോൾ എല്ലാം ഒരു പ്രോപ്പറായിട്ട് കൺട്രോൾ ലോജിസ്റ്റിക്സും സ്റ്റിക്കിങ്ങും മറ്റേ പാറ്റേൺ ബൈ പാറ്റേൺ. പക്ഷെ അന്ന് ഒരു ബ്രൂവറി തുടങ്ങിയതാണ്. ഇന്ന് വി ആർ ഇൻ 7 breweries. ലൈക്ക് വി ഹവ് കോൺട്രാക്ടഡ് 7 breweries. അപ്പം നമുക്ക് അറിയാം ഏത് പ്രൊഡക്റ്റ് എവിടെ നിന്ന് വരും, ഏത് സമയത്ത് കിട്ടും, ഏത് മാർക്കറ്റിലേക്ക് പോകണം. ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് പോയി, UAE, ബഹ്റൈനിൽ ഇപ്പോൾ Feb 1 ഇന്നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും അവിടെ. ബിക്കോസ് പ്രൊഡക്റ്റ് ഓൾറെഡി അവിടെ എത്തി. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ മാർച്ചിൽ പോകുന്നുണ്ട്. US in June. സോ നൗ ഇറ്റ്സ് എക്സ്പാൻഡിങ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിന് ഇപ്പം ഈ ടീമായിട്ട് ഗ്രോ ചെയ്ത് വർക്ക് ചെയ്ത്. എത്ര മെമ്പേഴ്സ് ഉണ്ട് ടീമിൽ? 5 മെമ്പേഴ്സ്. അതിന്റെ കാരണം വെച്ചാൽ നമ്മൾ ഈ ഊബറിന്റെ സിസ്റ്റമാണ് ചെയ്യുന്നത്. വി ഡോണ്ട് ഓൺ ബ്രൂവറീസ്, വി റെന്റ് ഒരു പെർട്ടിക്കുലർ ബാരൽ ആൻഡ് ബ്രൂ മാസ്റ്റർ മാത്രമേ നമ്മളവിടെ ഹയർ ചെയ്യുന്നുള്ളൂ ബ്രൂ ചെയ്യാനുള്ള ടൈമിൽ. അത് ഒരാളെ 2 പേരേ ഉള്ളൂ. സോ ദേ കീപ് മൂവിങ് ഫ്രം ഡിഫറെന്റ് ബ്രൂവറീസ് ബിക്കോസ് റെസിപ്പി നമ്മുടെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓവർ ഹെഡ്സ് കോസ്റ്റ് വരുന്നില്ല. സ്വന്തം ബ്രൂവറി ആയിക്കൂടെ? ഒബ്വിയസ്ലി ലോങ് റണ്ണിൽ ചെയ്യേണ്ടി വരും, പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് മാർക്കറ്റ്, നോട്ട് ഇൻ യൂറോപ്പ്. ഓക്കെ ചേട്ടാ, ഇതിൽ ഞാൻ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു പുതിയ ഒരാൾ ലോഞ്ച് ചെയ്യുമ്പോൾ ലൈക്ക് ചേട്ടനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും, ഒരു early 20s ഒരു പയ്യന് ലോഞ്ച് ചെയ്യുകയാണെന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റക്കാവേണ്ട ഒരു പീരീഡാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സംഭവം ഡിസൈൻ ചെയ്യുക, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, എല്ലാം ചെയ്യാം. പക്ഷേ ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ചേട്ടൻ സ്റ്റക്കായ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ലൈക്ക് നെഗറ്റീവ് തോട്ട്സൊക്കെ വന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണെന്ന് തുടങ്ങിയ ഒരു സ്റ്റേജ് മാർക്കറ്റിംഗ് ആണോ അതോ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേജിലാണോ? അങ്ങനത്തെ ഒരു സ്റ്റേജ് എനിക്ക് വന്നിട്ടില്ല. ഓക്കെ. ബിക്കോസ് ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്തൊരു 10 ബോട്ടിലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 ബോക്സേ ഉള്ളൂ ഉണ്ടെങ്കിലും ആ 10 വിൽക്കണമെന്നേ ഉള്ളൂ, എവിടെ വിൽക്കുന്നു എന്നുള്ളതില്ല. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഗോസ് ഔട്ട്. ഓക്കെ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസ്യൂമറിനെ അറിയണം. ആൻഡ് കൺസ്യൂമർ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഈ മലയാളി തന്നെ പല വേരിയേഷൻസിൽ വന്നിരുന്നു. ഇൻഫാക്ട് വി സ്പെൻഡ് അറൌണ്ട് 20 lakhs ജസ്റ്റ് ഈ റിസർച്ചിൽ മാത്രം. ആദ്യത്തെ 8 മാസം ലോഞ്ചിന് മുന്നേ 8 മാസം വി ബേൺഡ് അറൌണ്ട് 4,000 liters ഓഫ് ആൽക്കഹോൾ ആൻഡ് ബിയർ, പല വേരിയേഷനിലും ടെസ്റ്റിങ്ങിന് മാത്രം. കൺസ്യൂമർക്ക് കൊടുക്കും, ഫീഡ്ബാക്ക് എടുക്കും, എന്നിട്ടാണ് എളുപ്പിരുന്നത്. ക്ഷമ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണം. ആൻഡ് ഓൾസോ റിയലൈസേഷൻ വേണം. ഇത്ര വരെ കളയാം, ഇത്ര വരെ പോവാം, ഇത്ര കഴിഞ്ഞാൽ വീഴും, ഇല്ലെങ്കിൽ തിരിച്ചു വരാം. ബിക്കോസ് ടേക്കിംഗ് റിസ്ക് അറ്റ് 40 is different from taking risk at 20s. സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ട്രേഡിങ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയാണ്. ഇത്ര ത്രെഷോൾഡ് എനിക്ക് ലൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ I should be good with it. അപ്പോൾ ചേട്ടൻ എത്ര ടൈം എടുത്ത് റിസർച്ചിന് മാത്രം? 8 months റിസർച്ചിന് ഫുൾ ടൈം ചെയ്തു. എല്ലാ സർവേ പോലെ കുറേ ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അതിന് നല്ല കാര്യമാണ്. ഈ ചേട്ടൻ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു, എനിക്കൊരു പ്രൊഡക്റ്റ് വേണം എന്നുള്ള, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വേണമെന്നായിരുന്നു അതോ ലിക്കർ ബിസിനസ്സിൽ തന്നെ ഇതേപോലെ എത്തണം എന്നുണ്ടായിരുന്നോ? ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നതേ ഇല്ല. ഓക്കെ. ദിസ് ഈസ് എൻ ആക്സിഡന്റൽ ബിസിനസ്. ഓക്കെ. പക്ഷേ to be frank 38 years of soul searching നമുക്കൊരുണ്ടാവുമല്ലോ. യെസ് ഫൈനലി ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു എന്നുള്ള റിയലൈസേഷൻ മൊമെന്റ് ഇത് വന്നപ്പോഴാണ് ഉണ്ടായത്. ഓക്കെ. ആൻഡ് സ്പെഷ്യലി ഒരു ബ്രാൻഡായിട്ട് നമ്മളിപ്പം
ഇപ്പോൾ ഉള്ളതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ വെൻ ഐ സീ സം റാൻഡം പേഴ്സൺ ഹാവിങ് ദി ബിയർ അല്ലെങ്കിൽ ഹാവിങ് ദ പ്രൊഡക്റ്റ്, ആ കിട്ടുന്നൊരു കിക്ക് ഉണ്ടല്ലോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിലാണ് കൊടുക്കുന്നത് പോളണ്ടിൽ? ഇവിടെ അറൗണ്ട് ഒരു 114 പോളിഷ് റെസ്റ്റോറൻറ്റ്സും. പോളിഷിലുണ്ട്, മെക്സിക്കനിലുണ്ട്, ഇറ്റാലിയനിലുണ്ട്, ഇന്ത്യനിലുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഈ പേരാണ്. അപ്പോൾ മലയാളി എന്നുള്ളത് നമുക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം. പക്ഷെ ഒരു ഇപ്പം നമ്മുടെ കൺസ്യൂമേഴ്സ് കൂടുതലും വൈറ്റ്സ് ആണ്. ഇവിടെ അത്ര ഇന്ത്യക്കാരില്ലല്ലോ. അവർക്ക് മലയാളി എന്ന് പറഞ്ഞാൽ ഹൈനിക്കൻ എന്ന് വായിക്കുന്ന പോലെ കാൾസ്ബർഗ് എന്ന് വായിക്കുന്ന പോലെ ഉള്ളൂ. സോ ദേ ഡോണ്ട് റിലേറ്റ് ദിസ് ടു എ കൺട്രി. അതുകൊണ്ട് തന്നെ വി ആർ ഏബിൾ ടു സെൽ ഇറ്റ് ഇൻ നോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ കിങ്ഫിഷർ ഇസ് എ ഫേമസ് ബിയർ. അതുകൊണ്ട് തന്നെ കിങ്ഫിഷർ ഒരിക്കലും നിങ്ങളൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോയി കാണില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ആൾക്കാരുടെ മൈൻഡിൽ അത് നിന്നു, ഇറ്റ്സ് എൻ ഇന്ത്യൻ ബിയർ. സോ ദ മൊമെന്റ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് യു ഫൊർഗെറ്റ് അബൌട്ട് ദ ബിയർ. വീട്ടിലിരുന്ന് മറ്റേ ഇന്ത്യയിലല്ല, ഇവിടെ യൂറോപ്പിൽ പറയാണ്, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആരും വീട്ടിൽ കിങ്ഫിഷർ വാങ്ങിച്ചിട്ട് ഫുട്ബോൾ കാണാതിരിക്കില്ല. അതേ ബൈ ഹൈനിക്കനോ കാൾസ്ബർഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ബിയേഴ്സ് ലേറ്റസ്കി. സോ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്പേസിൽ. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അതല്ല, ഇപ്പോൾ ഇത്രക്കും ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിൽ സ്കോപ്പ് ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഒബ്വിയസ്ലി ഇതും പറയട്ടെ. എന്തുകൊണ്ടും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം മലയാളി എന്നുള്ള പേരിൽ എന്തുകൊണ്ടൊരു വെള്ളക്കാരൻ വാങ്ങിച്ച് കുടിക്കണം? അതെ, ഹി ഡസൻ നീഡ് ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് വുഡ് പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് ഈ പേരും കൂടി വന്നതുകൊണ്ട് ആ കോമ്പിനേഷൻ നന്നായി എന്ന് മാത്രം നമുക്ക്. ഇപ്പം നമ്മൾ മലയാളി നിന്നിട്ട് നല്ല പ്രൊഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ വിൽ ഡൈ ഓഫ്. എന്തുകൊണ്ട് ഇത് വളർന്നു? ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഗുണമല്ല ഏറ്റവും വലിയ യു ക്യാൻ സേ ഗുണം തന്നെ പറയാം, അവിടെയുള്ള ഫുഡ് നോർമലി സ്പൈസി ആയതുകൊണ്ടും അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ബിയേഴ്സ് കഴിക്കുമ്പോൾ മലയാളി എങ്ങനെ ഗ്രോത്ത് ഉണ്ടായെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ബിയേഴ്സും ഇപ്പോഴുള്ള കറണ്ട് മാർക്കറ്റിലുള്ള ബിയേഴ്സിൽ ബേർപ്പിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് ഇത് ഈ പറഞ്ഞ കൺസ്യൂമർ പറഞ്ഞതാണ്, ഒരു വെള്ളക്കാരൻ പറഞ്ഞാലും കുറച്ച് വെള്ളക്കാർ പറഞ്ഞ സെയിം കാര്യമാണിത്. ദാറ്റ് ഈ ബേർപ്പിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. വിത്ത് മലയാളി ദേ ഡോണ്ട് ഹാവ് ഇറ്റ്, ദേ ഫീൽ ഇറ്റ് സൂപ്പർ സ്മൂത്ത്. ആ കാരണം കൊണ്ടാണ് ഇതിൻ്റെ ട്രജക്ടറി മുകളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിന്ന് ഗൂഗിളിൽ നോക്കുകയാണ് മോസ്റ്റ് സോൾഡ് ഇന്ത്യൻ ബിയർ ഇൻ പോളണ്ട്, ഇറ്റ് ഇസ് മലയാളി. വി ആർ ഔട്ട് സെല്ലിംഗ് കിങ്ഫിഷർ, വിച്ച് ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്. സോ അപ്പോൾ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് പീപ്പിൾ ആക്സെപ്റ്റ്. പഴയ കാലത്താണ് ഈ പറഞ്ഞ പോലെ ബ്രാൻഡിന് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന് ദേ നീഡ് ക്വാളിറ്റി ഫോർ ദി സ്പെൻഡ്. ഇപ്പോഴുള്ള ആൾക്കാർക്ക്, യങ്സ്റ്റേഴ്സ് അല്ല ഇപ്പോഴുള്ള ആൾക്കാർക്ക്, അതും താങ്ക്സ് ടു സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ ദുബായ് ചോക്ലേറ്റ് എങ്ങനെ ഫേമസ് ആയ വിത്ത് വൺ വീഡിയോ, അവിടെ നിന്നുള്ളത് വൈറലാവുന്നത്. എക്സാക്ട്ലി. സോ അപ്പോൾ അതിന്റെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് ഇറ്റ് ഗ്രൂ. അന്നല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് നിൽക്കണമെന്നില്ല. ജസ്റ്റ് ഇപ്പൊ ഈ ഒരു കാലത്ത് ഒരു വീഡിയോ നമുക്ക് വൈറലാവുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ സ്റ്റാൻലി കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പ് അറിയില്ല, മഗ് പോലത്തെ സ്റ്റാൻലിയുടെ. അതെ, ആ കപ്പ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് വേണ്ടി ബിൽഡ് ചെയ്തായിരുന്നു. അതിൻ്റെ മെയിൻ ഓഡിയൻസ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരുന്നു. അങ്ങനെ 2023 വരെ അതിൻ്റെ മാർക്കറ്റ് എങ്ങാനും എത്ര, അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞത് $70 million എങ്ങാനും ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ, ഒരു ടിക്ടോക്കിലൊരു വീഡിയോ വൈറലായി. ഒരു ലേഡി കാർ ഒന്നായിട്ട് കത്തിയപ്പോൾ ഈ കപ്പിന് മാത്രം ഒന്നും പറ്റില്ല, കാർ ഒന്നായിട്ട് കത്തി, പക്ഷേ ഈ കപ്പ് അവിടെ ഇരുന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ആ കമ്പനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷമാണ് ഈ പിന്നെ പ്രൊഡക്റ്റ് വൈറലായത്. അങ്ങനെ ആൾക്കാർ ഈ പ്രൊഡക്റ്റിന് വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ടായി. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ വാൾമാർട്ടിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ അടി കൂടുന്നത് പോലും ഉണ്ട്. അങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു വെള്ളം കുടിക്കുന്ന മഗ് പോലത്തെ സീസണൽ പ്രോഡക്ട്സ് അല്ല, ഹൈപ്പ് കഴിഞ്ഞാൽ പിന്നെ അല്ല ഇപ്പോഴും സെല് ചെയ്ത് പോകണ്ട. അതിൻ്റെ ഒരുപാട് ഫേക്കൊക്കെ ചൈനീന്നൊക്കെ വരുന്നുണ്ട്. എന്നാലും സ്റ്റാൻലി കപ്പ് ആ ഒരു ക്വാളിറ്റി ഉള്ളത് പോലെയാണ് അവർ കാണിക്കുന്നത്. ഇപ്പോൾ $400 million എങ്ങനെയാണ് അതിൻ്റെ വൺ വീഡിയോ ചേഞ്ച് ചെയ്ത്. എൻ്റെ ഒരു ഫീമെയിൽ ഫ്രണ്ടിനോട് സംസാരിച്ചു ഇതിനെ പറ്റി. ഓള് ഇതേമാതിരി സ്റ്റാൻലി കപ്പ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നു. എന്തുകൊണ്ട് ഓർഡർ ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അതൊരു ഫ്ലെക്സ് ആണ്. കാരണം ഓള് ബേസിക്കലി ഇങ്ങനെ കുറേ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ ഗേൾസ്. അപ്പോൾ അവരൊക്കെ ലൈക്ക് ഒരു മേക്കപ്പിൻ്റെ ഇടയിൽ സ്റ്റാൻലി കപ്പ് ഉപയോഗിച്ച് ഒരു ഡ്രിങ്ക് കുടിക്കുന്നു. അപ്പോൾ അത് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അതൊരു ഫ്ലെക്സ് ആയി മാറി സ്റ്റാൻലി കപ്പ്. അത് ഫഹദ് ഫാസിലിൻ്റെ അടുത്തൊരു മൂവിയിൽ ചോദിക്കണില്ല, ഇതൊക്കെ എങ്ങനെയാണോ ആൾക്കാർ കഴിക്കണേ. അപ്പോൾ പറയുന്നുണ്ടല്ലോ, അതാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ കുറ്റം പറയില്ല, മാർക്കറ്റിന്റെ പോലെയാണ്. എത്രയോ പ്രോഡക്റ്റ് നമുക്കൊക്കെ പറ്റാത്തത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. ഇതൊക്കെ ആരോ ഡിസൈൻ ചെയ്ത പോലെയാണ് പല കാര്യങ്ങളും. നിങ്ങൾ ഫോയിസ്റ്റ് ആണ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്നപ്പോൾ ചന്തുചേട്ടൻ്റെ ബീർ നാളെ വൈറലായിട്ടായി എല്ലാവരും കഴിച്ചു പോകുന്നു. ചന്തുചേട്ടനാണ് അവിടെ കൺട്രോൾ ചെയ്ത് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നത്. പക്ഷെ അതിലുണ്ട് ഇപ്പം ഈ പറഞ്ഞ എന്തുകൊണ്ട് UAE മാർക്കറ്റ്, ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ UAE രണ്ട് ബിഗർ കമ്പനീസ്, അവിടെ രണ്ടെണ്ണമാണ് വലുതുള്ളത്. ആഫ്രിക്കൻ ഈസ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും പിന്നെ MMI. അതിന് തന്നെ 7 വേരിയേഷൻ ഉണ്ട്. ADMMI, BMMI,
ബഹ്റിൻ, അബുദാബി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കമ്പനീസൊക്കെ അവരൊരിക്കലും അപ്പ് ഫ്രണ്ട് പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങില്ല. അവർക്കൊക്കെ 60 day ക്രെഡിറ്റ്സ്, ബിക്കോസ് ദേ ആർ ബിഗർ കമ്പനീസ്. അവരോട് അങ്ങോട്ട് ക്യൂ നിൽക്കുക, അവിടെ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ ക്യൂ ആണ്. എനിക്കൊരു മെയിൽ വന്നു ഫസ്റ്റ് ADMMമാരുടെ അടുത്തുനിന്ന്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേ മെക്കൻസിന്നാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബിക്കോസ് നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നില്ല മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ഒന്നും, ബിക്കോസ് വി ആർ ടിൽ എ ടൈനി കമ്പനി. അപ്പം സംസാരിച്ചു. അതേ സെയിം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആഫ്രിക്കൻ ഈസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും ഞങ്ങളിങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ടു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പിങ്ക് ലുങ്കി എന്ന് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റിൻ്റെ അവരുടെ വീഡിയോ ഇറ്റ് വെന്റ് വൈറൽ. ഇറ്റ്സ് 4 million views. ഓക്കെ, അതൊരു ഇംഗ്ലീഷിലായിരുന്നില്ല വീഡിയോ ഞാൻ കണ്ടിരുന്ന, ഒരു പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അത് 4 million വ്യൂ പോയതുകൊണ്ട് മലയാളി ക്രൗഡിനിടാതെ പോയത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ കമ്പനീസ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം 2 പേർക്കും പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടോ ആരായിട്ടെങ്കിലും എവിടെയെങ്കിലും. പക്ഷെ ആദ്യം ഈ MMI ആണ്, ADMMI അയച്ചത്, ഗ്രേ മെക്കൻസി അയച്ചത്, പിന്നെയാണ് ആഫ്രിക്കൻ ഈസ്റ്റേൺ അയക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറയുമ്പോൾ ഇല്ല, വി ആർ ഇൻ ഡിസ്കഷൻ വിത്ത് എ കമ്പനി കോൾഡ് ആഫ്രിക്കൻ ഈസ്റ്റേൺ. അപ്പോൾ ഈ മറ്റേ ഗ്രേ മെക്കൻസിയുടെ മാനേജർ ചോദിച്ചത് are you available for a meeting tomorrow 10 o'clock? Okay. Yeah, you can send me the link. No, I'm coming over there. Okay. പുള്ളി ആ രാത്രി 10 മണിക്ക് ഇവിടെ എത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 o'clock ഈസ് ഇൻ പോളണ്ട് ഇൻ ദി ഓഫീസ്. 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് then and there they signed with an advance payment. സോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്രാൻഡ് നെയിം. അത് ഞാൻ എല്ലാവരും പറയും, നിങ്ങൾ നൈക്ക് എടുക്കുക. നൈക്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ അദ്ദേഹം മൈക്കിൾ ജോർഡൻ, അല്ലെങ്കിൽ ഇവർ അഡിഡാസിനുണ്ട്, എല്ലാം റൊണാൾഡോ ഓഫ് കോഴ്സ്, അഡിഡാസിനുണ്ട്, ഇങ്ങനെയുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റിന് എത്ര ഉണ്ടറിയോ? വി ഹാവ് 40 million ബ്രാൻഡ് അംബാസിഡേഴ്സ്. ബിക്കോസ് നമ്മളെല്ലാവരും മലയാളികളല്ലേ. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് അംബാസിഡറുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ. പിന്നെ ഇതിലും കൂടുതൽ വേറെ ആവശ്യമില്ലല്ലോ. ദാറ്റ് ഈസ് വൺ റീസൺ വൈ വി വെന്റ് വൈറൽ. പിന്നെ ഇതിൻ്റെ കൂടെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് വി ആർ ഏബിൾ ടു സസ്റ്റെയിൻ. ഇനി പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലും വി ആർ വെരി സ്പെസിഫിക്. അത് ആദ്യം ഒരു ജോക്കായിട്ടായിരുന്നെങ്കിലും ഇപ്പോൾ വി ആർ എ സീരിയസ് കമ്പനി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം മിഡിൽ ഈസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ ക്ലൈമറ്റിന് ബോട്ടിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര വ്യത്യാസം, ബിക്കോസ് ഇവിടെ ഒരു ബോട്ടിൽ വെക്കുന്ന പോലെയല്ല UAE ബോട്ടിൽ വെക്കുമ്പോൾ. അപ്പോൾ അതിൽ പോകുന്ന ലൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിൽ ബിയർ എത്ര സ്ട്രക്കേഡ് വരുമോ ഇല്ലയോ, അവിടുത്തെ ടേസ്റ്റ് എന്തായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം, അത് പഠിച്ചിട്ടാണ് അതനുസരിച്ചിട്ട് വി ജസ്റ്റ് കീപ്പ് ഓൺ ട്വീക്കിംഗ്. അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റിലും നമ്മൾ സിംഗിളർ ടേസ്റ്റ് അല്ല. യൂറോപ്പിന് ഒരു സ്പെസിഫിക് ടേസ്റ്റ് ആണ്, സെയിം ക്വാളിറ്റി. മിഡിൽ ഈസ്റ്റ് ആകുമ്പോൾ വേറെ ടേസ്റ്റ് ആണ് മാത്രം, ബിക്കോസ് ആ ക്ലൈമറ്റിൽ കുടിക്കുമ്പോൾ ദേ ഹാവ് ടു ഫീൽ ബെറ്റർ ദെയർ. ആ ടേസ്റ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിസിൽ? എങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ ബിയേഴ്സ് കൊണ്ടുവന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇവിടെ അവിടെയും സെയിം ക്വാളിറ്റി. ഇപ്പോൾ ഹൈനിക്കൻ അവിടെ വേഴ്സസ് ഹൈനിക്കൻ ഇവിടെ. സോ രണ്ടിൻ്റെയും ക്വാളിറ്റിക്ക് എവിടെയാണോ വ്യത്യാസം വരുന്നത്, എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബിറ്റർനെസ് ആണോ കൂടുതൽ, ബിറ്റർനെസ് ലൈറ്റ് ആക്കുകയാണോ ചെയ്യുന്നത്, ഫിസിനെസ് കൂട്ടുകയാണോ ചെയ്തിരിക്കുന്നത്. വി അണ്ടർസ്റ്റാൻഡ്, വി സ്റ്റഡി ആൻഡ് വി ഡു ഇറ്റ്. കൺസ്യൂമേഴ്സിനെ സ്റ്റഡി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് അവർ എങ്ങനെയാണ് വേരിയേഷനിൽ ഇവിടെ അവിടെ ചെയ്യുന്നത് നോക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ബ്രൂവറി ഇൻ ദി എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ഹൈനിക്കൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലോ UAE. റാക്കിൽ അവരുടെ ഫസ്റ്റ് ബ്രൂവറി വരുന്നുണ്ട്. ദേ ഗോയിങ് ടു ബ്രൂ ബിയർ, ഹലാൽ ബിയർ. അല്ലല്ല, ദേ ബ്രൂ ഓക്കെ. അപ്പോൾ പിന്നെ പ്രൈസിങ്ങിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഒരു മാർക്കറ്റിലെ പ്രോപ്പറായിട്ട് പ്രൈസ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ്? പ്രൈസിങ് സ്ട്രാറ്റജി ഏറ്റവും രീതി ഇവിടെയാണെങ്കിലും ആദ്യം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി. ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയിട്ട് അവർക്ക് നമ്മൾ നമ്മുടെ കോസ്റ്റ് തന്നെയാണ് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത്. സോ ദാറ്റ് ദേ ഗോ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ദേ പ്രൈസ് ഇറ്റ്. ഇത്ര പ്രൈസിന് അവർ റെസ്റ്റോറൻറ്റ്സിന് കൊടുത്തു തുടങ്ങും, റെസ്റ്റോറൻറ്റ് ആ പ്രൈസിന് കൊടുത്തു തുടങ്ങും. നമുക്ക് മാർജിൻ കൂടുന്തോറും അല്ലെങ്കിൽ വോളിയം കൂടുന്തോറും പിന്നെ നമ്മൾ പോയിട്ട് പ്രൊഡ്യൂസർ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യും, എനിക്ക് ഈ പ്രൈസിന് കിട്ടണം എന്നുള്ളത്. സോ ദാറ്റ് ഒരു ബൈയിങ് പ്രൈസ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഏത് പ്രൈസിലാണോ ഡിസ്ട്രിബ്യൂട്ടർ ഇസ് വില്ലിംഗ് ടു ബൈ, ദേ ഗീവ് ദ നമ്പർ. സോ ദെൻ വി ആർ ഗോയിങ് ടു സ്കെയിൽ ബാക്ക്. സോ അപ്പോൾ ആദ്യത്തെ ഒരു 6 to 8 months ആഫ്റ്റർ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട്, അത് റിസർച്ച് അല്ല, അത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് 6 to 8 months വി വർ സെല്ലിംഗ് ഫോർ എ ലോസ്. പക്ഷേ ഇപ്പോൾ വി ആർ ഹാവിങ് എ വെരി ഡീസെൻറ്റ് മാർജിൻ. അത് ഇങ്ങനെ ഉണ്ടായിരുന്നു 10% പ്രോഫിറ്റ് മാർജിനിൽ ആദ്യം സെൽ ചെയ്തു, പിന്നെ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്? അതോ നമ്മൾ ഏത് പ്രൈസിനാണോ സെല് ചെയ്യുന്നത് ആ പ്രൈസ് തന്നെയാണ് ഇന്നും. ഓക്കെ. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അങ്ങോട്ട് കുറച്ചു. ഓക്കെ. ബിക്കോസ് വോളിയം കൂട്ടി വി സ്റ്റാർട്ടഡ് നെഗോഷിയേറ്റിംഗ് സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ വെരി ബെറ്റർ പ്രൈസ്. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റിൽ ആ പ്രൈസ് സ്റ്റാൻഡേർഡ്, ഏത് പ്രൈസിനാണോ പോകുന്നത് ആ പ്രൈസിന് തന്നെയാണ് പോകുന്നത്. സോ ദാറ്റ് നാളെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്യില്ലേ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡ് കൺസ്യൂമർ അത് ഫീൽ ചെയ്യും. ഓക്കെ. അവർക്ക് 10% നമ്മൾ ഇവിടെ കൂട്ടി,
ആ 10% കൂടുമ്പോൾ റീറ്റെയിലർ 10% കൂട്ടും. അപ്പോൾ അത് കൂട്ടുമ്പോൾ അവസാനം പേ ചെയ്യുന്നവരാ കൺസ്യൂമറാണ്. കൺസ്യൂമർ ഒരിക്കലും ആ മറവി എന്ന് പറഞ്ഞ ഈ വാങ്ങുന്ന കാര്യത്തിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടാവില്ല. സോ അവർ 10 രൂപയ്ക്ക് വാങ്ങുന്ന സാധനമാണെങ്കിൽ അത് 10 രൂപ, അത് ഒരു 10.50 ആയിക്കോട്ടെ, ദേ ഫീൽ ദ ഡിഫറൻസ്. എനിക്ക് വേണ്ടത് സിഗരറ്റിൻ്റെ, നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ്റെ കാര്യം എങ്ങനെ ആൾക്കാർ നോക്കുക അറിയാം, ഒന്നും അറിയാത്ത സിഗരറ്റിൻ്റെ വിലമേ നോക്കുക. സിഗരറ്റിൻ്റെ വില കൂടി ഒരെണ്ണത്തിൻ്റെ, അതേപോലെ ഒന്ന് നോക്കുന്ന കാര്യം തോന്നുന്നില്ല ഈ ബിയർ ആണ്. ആൽക്കഹോൾ എസ്പെഷ്യലി കൺസ്യൂമർ ഗുഡ്സ് എപ്പോഴും നോക്കുന്നതാണ്. പിന്നെ റീറ്റെയിൽ കമ്പനി ആൾക്കാർ അവർക്ക് തോന്നിയ പോലെ മാറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് വോളിയം കൂട്ടുമ്പോൾ വി ആർ ഏബിൾ ടു നെഗോഷിയേറ്റ് സോ ദാറ്റ് വി ഡോണ്ട് പുഷ് ദ ബേർഡൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇക്കൊല്ലം പോളണ്ട് എടുക്കുകയാണെങ്കിൽ ബിയർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ 5% ഇവിടുത്തെ എക്സൈസ് കൂട്ടി. വി ആർ മോർ എക്സ്പെൻസീവ് ദാൻ ബ്രൂവിങ് ബിയർ ഇൻ ജർമ്മനി. യൂറോ കൺട്രീസ് ആണ്, വെസ്റ്റേൺ കൺട്രീസ് ആണ്, അവരെക്കാളും കൂടുതൽ പോളണ്ടാണ് ഉള്ള കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുതൽ. യെസ്, പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോഴും ആ പ്രൈസ് കൂട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരും കൂട്ടിയിട്ട്. Because we are able to, because നമ്മൾ അവിടെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് we can take that hit when we are still comfortable. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിനെ കാരണം കുറച്ചിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലേ? ചേട്ടാ, ഇവിടെ ഒരുപാട് കമ്പനീസ് ഇല്ലേ, പിന്നെ ഞാൻ റീസെൻ്റ്ലി സംസാരിച്ച ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഈ കൺട്രി ലീവ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞത് ഒരു വേൾഡ് വാർ 3 ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഹിറ്റ് ചെയ്യുന്ന കൺട്രീസിൽ ഒന്നാണ് പോളണ്ട് എന്നുള്ളതാണ്. ചേട്ടൻ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ വളർച്ചയിൽ? അത് നോക്കുന്നില്ല. സി, ലോകത്ത് പല ഫാക്ടേഴ്സും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാ, നമ്മൾ ഈ കുറെ വരാൻ പോകുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ കുറെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഇന്ന് ചെയ്യേണ്ടത് ചെയ്യില്ല. ഇപ്പം നാളെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫേമസ് ഗ്രൂപ്പാണ് ആർക്കോൺ. ദേ ആർ അഗൈൻ 2 യങ്സ്റ്റേഴ്സ് ഹു ആർ ബ്രില്യൻ്റ്ലി ഡൂയിങ് വെൽ. അവരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ അവരോട് സംസാരിക്കാൻ പറഞ്ഞത്, അവിടുത്തെ യുദ്ധം കഴിഞ്ഞാൽ യു വിൽ ഹാവ് റീകൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ദെയർ. നമ്മൾ ചിന്തിക്കുന്ന അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ അത് വേൾഡ് വാർ വരും. ഇപ്പൊ 2 വാർ കഴിഞ്ഞിട്ടും ലോകം നിൽക്കുന്നില്ലേ. സോ ഞാൻ എന്താ ചോദിക്കാൻ കാരണം വെച്ചാൽ ചേട്ടൻ്റെ ബ്രൂവറി എല്ലാ കാര്യങ്ങളും ഇവിടെ അല്ലേ നടക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഡിജിറ്റലിൽ, ഇപ്പോൾ ഇന്ത്യതൊക്കെ ഡിജിറ്റലായ കാര്യങ്ങൾ എനിക്ക് ഏത് രാജ്യത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ഒരു കാര്യം. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ റെസിപ്പി നമ്മുടെ ആയതുകൊണ്ട് വി ആർ ഇൻ 7 countries. വി ഡോണ്ട് നീഡ് ടു ബ്രൂ ഇൻ 1 place. സോ IP നമ്മുടെ കയ്യിലുള്ളത്, വി കൻ ബ്രൂ ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി. സോ അത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. വി ആർ ബ്രൂവിങ്. പക്ഷേ കൂടുതലും കൺട്രീസ് റഷ്യൻ ബോർഡർ തന്നെയാണുള്ളത്. കൂടാതെ നമ്മൾ ചെക്കിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറൊന്നുമില്ല, ഇത് വരുമോ അത് വരുമോ. അല്ല, പോളണ്ടിൽ ബിസിനസ് ചെയ്യാൻ ഒരു ഫോറിനർ എന്നുള്ള രീതിക്ക് എത്രത്തോളം ചാലഞ്ചിങ് ആണ് പോളിഷ് ഗവൺമെൻറ് നിന്ന് വരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? സി, ഇതൊരു കാര്യത്തിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർഡ്, ഇറ്റ് ഈസ് ചാലഞ്ചിങ്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ഫോറിനർ എന്ന് പറയുന്നത്, ഇപ്പം ഐ എം നോട്ട് കൺസിഡർ എസ് എ ഫോറിനർ. കാരണം എന്താ വെച്ചാൽ ഐ ഹാവ് എ PR ഹിയർ. സോ സിറ്റിസൺ അല്ലെങ്കിൽ പോലും PR ഉള്ളത് കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ ഐ ഹാവ് സിമിലർ റൈറ്റ്സ് ടു എ നോർമൽ പോളിഷ് പേഴ്സൺ. പക്ഷെ പുറത്തുനിന്ന് വന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. യെസ്, അവർക്ക് ഇവിടെ ഒരു ലോക്കൽ PR അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റിസൺ പാർട്ട്ണർ ഇല്ലാതെ ഇറ്റ് ഈസ് വെരി ഹാർഡ്. ബാങ്ക് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ കുറേ കൺട്രീസ്, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ റഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് ഈ കൺട്രീസൊക്കെ ഗ്രേ സോണിലാണ്. സോ അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം നമുക്ക് ആദ്യത്തെ ഓർഡർ വന്നിട്ട് വലിയ ഓർഡർ ഒന്നുമല്ല, $10,000 ഒരു കണ്ടെയ്നർ പോകാൻ ആ പൈസ അയച്ചപ്പം അവർ അക്കൗണ്ട് വാസ് ബ്ലോക്ക് ഫോർ 3 weeks. ക്വസ്റ്റ്യൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ, പേപ്പേഴ്സിൻ്റെ മുകളിൽ പേപ്പേഴ്സ്. ആദ്യത്തെ പ്രാവശ്യമേ ഉള്ളൂ, എന്നാൽ പോലും ആ 3 weeks അക്കൗണ്ട് ക്ലോസ് ഇടാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ബിസിനസ്. പോളണ്ട് അത്രത്തോളം എളുപ്പമില്ല എന്നുള്ളത്. എളുപ്പം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് എ PR ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നോർമൽ പെസൽ നമ്പറിൽ നോർമൽ TRCയിലെ ആൾക്കാർക്ക് ഇറ്റ് ഈസ് ഹാർഡ്. ബിക്കോസ് ഇതിൻ്റെ നൂലാമാലകൾ കുറച്ച് കൂടുതലാണ്. KYC കിട്ടാൻ കുറച്ച് പാടാണ്, എസ്പെഷ്യലി ബാങ്ക്സിൻ്റെ കാര്യത്തിൽ ദേ വെരി സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പോളണ്ട് എന്നുള്ള രാജ്യത്തിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ? കാരണം ചേട്ടൻ 10-15 വർഷമായി പോളിഷ് വൈഫാണ്. നമ്മളിപ്പോൾ മുമ്പൊന്നും അധികം സ്റ്റുഡൻസ് വന്നിട്ടില്ലായിരുന്നു പോളണ്ടിലേക്ക്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്യേണ്ട സ്റ്റുഡൻസ് പഠിക്കാനൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? 2 രീതിയാണ്. എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാക്കാം. 2, ആസ് എ കൺട്രി നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ നോക്കണം. എവിടെയാണ് നിങ്ങൾക്ക് ഉള്ളത്? ഇവിടെ എത്രയൊക്കെ ആണെങ്കിലും യു ആർ ഓൾവേസ് എ ഫോറിനർ, യു ആർ ഓൾവേസ് എ തേർഡ് പേഴ്സൺ. സോ ആ റിയാലിറ്റി ഫേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇപ്പം UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിനും കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ കൂടാതെ നമ്മളൊക്കെ വരുന്നത് വി ആർ ഓൾ ഇമിഗ്രൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഈ കൺട്രിയിൽ അത്ര ഇമിഗ്രൻസ് ഇല്ല. സോ ആ ഇമിഗ്രൻസ് ഇല്ലാത്തത് 2 രീതിയിൽ, ഒന്ന് നല്ലതുമാണ്, ഒന്ന് ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൻ്റെ പുറത്തുമാണ്. ഇപ്പോൾ സ്പെയിനിൽ, ഞാൻ മുന്നേ സ്പെയിനിൽ താമസിച്ചിട്ടുണ്ട്. സ്പെയിനിലാവുന്ന സമയത്ത്
നമുക്ക് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട്, അതായത് ഇന്ത്യക്കാരുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലിറ്ററലി പാകിസ്ഥാനി ഹിന്ദി സംസാരിക്കുന്നവരായതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ. നമുക്ക് നമ്മുടെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ എളുപ്പമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ടാലൻറ്റ് മനസ്സിലാവണമെങ്കിൽ കൺട്രീസ് ലൈക്ക് ദീസ് ആർ ഗുഡ്. ബിക്കോസ് ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് പോണ്ടി വരും. ബിക്കോസ് നമുക്ക് നമ്മളെ പറഞ്ഞ ആൾക്കാരോ കാര്യങ്ങളോ ഇവിടെ ആൾക്കാരില്ല. സോ വി വിൽ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ ലോക്കൽസ്. സോ നമ്മളപ്പോൾ വേറൊരു കൾച്ചറായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ വി ഗോ ഔട്ട് ഓഫ് ഇറ്റ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ പറ്റും. അത് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് അങ്ങനെ തന്നെ. ചെക്ക് റിപ്പബ്ലിക് ആയാലും ഹംഗറി ആയാലും സ്ലോവാക്യ ആയാലും ഈ സെയിം സംഭവം തന്നെ. ഈ കാര്യങ്ങൾ ഒന്നാമത് ലാംഗ്വേജ് ഒരു ബാരിയറാണ് മെയിനായിട്ട്. പിന്നെ ചേട്ടന് ആ ആഷിഖ് രഘുവിൻ്റെ പോളണ്ടിൽ മരിച്ച ആഷിഖ് രഘുവിൻ്റെ കേസ് കുറേ ഫോളോ അപ്പ് ചെയ്തിരുന്ന ആളാണ്. അതിൻ്റെ പിന്നാലെ എന്നും ആഷിഖിൻ്റെ ഫാദറായിട്ട് മെസ്സേജുള്ളൂ. ഇപ്പോൾ 21st 15th അത് തീരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും അതിന് റിപ്പോർട്ട് വന്നിട്ടില്ല. അത് ഇപ്പോഴും എംബസിയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആവാനുള്ള കാരണം അന്ന് ആ ഇൻസിഡന്റ് നടന്ന സമയത്തുള്ള ആൾക്കാർ പലരും സ്കാറ്റേർഡ് ആയിട്ട് പോയി. എവിടെയാന്ന് പോലും പലർക്കും അറിയില്ല. മലയാളികളെ പിന്നെയും കിട്ടും, പക്ഷെ അവിടെ മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉക്രൈൻസ് ഉണ്ടായിരുന്നു. അവരെവിടെ പോയി എന്നുള്ളവർക്ക് അറിയില്ല, എവിടെയുള്ളതെന്ന് അറിയില്ല. സോ അപ്പൊ എല്ലാവരോടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ ദേ കനോട്ട് ഓൾസോ കൺക്ലൂഡ്. അപ്പൊ അതിന്റെ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അല്ല, ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ? അതായത് ആൾക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അവര് ഇഷ്ടം പോലെ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിരുന്ന ആൾക്കാരെ, പോയവരും വന്നവരൊക്കെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പ്രസിഡൻഷ്യൽ ഓഫീസ് എന്നുള്ള ഇതാണ്. കേസ് റീഓപ്പൺ ചെയ്തു. ഞങ്ങൾ അവിടെ പോയിരുന്നു ഒരു എപ്പിസോഡ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി. അവിടെ പോയതും കണ്ട കാര്യങ്ങളും പിന്നെ അതിൽ 1-2 പയ്യന്മാരുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അല്ല, നാട്ടിൽ നിന്ന് CBI വരും, അങ്ങനത്തെ ഒന്നും നടക്കൂല. അങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാവിറ്റിയിലുള്ളൊരു കേസായി മാറണം. ഇപ്പൊ അത് കേസായി മാറാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും അത് മർഡർ കേസായിട്ട് ചെയ്തിട്ടില്ലല്ലോ. പോയി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം അവിടെ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ അറിയുന്നത്. ഇപ്പം ഇവിടെ തന്നെ 2004 ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരനെ ഇവിടുത്തെ ഒരു പുഷ്കു മാഫിയ കൊന്നിട്ട് അതിന് CBI ഒക്കെ ഇവിടെ വന്നിരുന്നു അന്വേഷിക്കാൻ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇവിടെ ഒരു മർഡർ ആയിരുന്നു, അത് കിഡ്നാപ്പ് ആൻഡ് മർഡർ ആയിരുന്നു. അപ്പം അതിന്റെ സെൻസിറ്റിവിറ്റി ഏറെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ കേസ് എല്ലാം ആളെ കണ്ടുപിടിച്ചു ജയിലിലാണ്, എല്ലാവരും ജയിലിലാണ്. കണ്ടുപിടിച്ചു. അത് റാൻസമിന്റെ കിഡ്നാപ്പിംഗ് ആയിരുന്നു. അത് ആള് മാറി കിഡ്നാപ്പ് ചെയ്തതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് വിരല് മുറിച്ച് കളയുകയൊക്കെ ചെയ്ത് ടോർച്ചർ ചെയ്ത് കൊന്നു. അല്ല, ഇത് ഒരു ഇന്ത്യൻ ആണ് മരണപ്പെട്ടെന്നുള്ള കാരണം കൊണ്ടൊന്നും പോലീസ് അങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് 2 രീതിയാണ്. അങ്ങനെ ഒരു വിവേചനം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇല്ല ഇതുവരെ, നമ്മുടെ അറിവിലില്ല. പക്ഷെ എന്നാൽ പോലും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അയക്കുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്ലണ്ടർ, ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ഇറ്റ്സ് സ്റ്റിൽ ഒരു മിസ്റ്ററീസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ അവർ ആ ഫേസ് വാല്യൂ ലീവ് ആയതിന്റെ സമയത്തായതുകൊണ്ട് അവർ ആ ഫേസ് വാല്യൂ എടുത്തിട്ടുണ്ടാവാം. ഞാൻ അതങ്ങ് കേട്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഒക്കെ ലീവിന്റെ സമയം ആയതുകൊണ്ട് പിന്നെ ബോഡി നാട്ടിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു അർജൻസി കാണിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് അതിന്റെ ഒറിജിനൽ സൈഡ് എനിക്ക് അറിയില്ല. ലൈക്ക് ഇതൊക്കെ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. അതിന്റെ കൂടെ പറഞ്ഞാൽ ഇന്ത്യൻ എംബസി NOC കൊടുക്കും കൂടി ചെയ്തല്ലോ. സോ ഓബ്വിയസ്ലി ഇവര് ഒരിക്കലും പോളിഷ് ഗവൺമെന്റ് അല്ലല്ലോ തീരുമാനിക്കണം ഈ ബോഡി തിരിച്ചയക്കണം എന്നുള്ളത്. ഹാൻഡ് ഓവർ അവർ ഹാൻഡ് ഓവർ ചെയ്യുന്ന റൈറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന എംബസിക്കാണ്. പിന്നെ അത് എംബസി ഡിസിഷൻ NOC കൊടുത്തിട്ട് അയക്കുന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല വെച്ചാൽ എംബസി കൂടെ ചെക്ക് ആസ് വെൽ. ഈ പറഞ്ഞ പോലെ എവിടെയായിരുന്നു സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ചിലപ്പോൾ അതായിരിക്കാം. ബിക്കോസ് ഒരാളല്ല ഈ കുഴപ്പം. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം പറഞ്ഞില്ല, ഒരു ഡ്രൈവർ മരിച്ചു. ഈ പോളിഷ് വിസയിൽ വന്ന ആളാണ്, പക്ഷെ ജർമ്മനിലാണ് ഇപ്പോൾ ആളുടെ ബോഡിയുള്ളത്. എവിടെയാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എംബസി ഇറ്റ്സ് എ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എംബസിയിലേക്ക് ഒരു 15 മെയിൽ വരികയാണ് ഫ്രം പല MP പല MLAs വരുമ്പോൾ ദേ ആർ പ്രഷേർഡ്. ബിക്കോസ് അവർക്ക് റിയാക്ട് ചെയ്തേ പറ്റൂ. ബിക്കോസ് അവിടുന്ന് ഈ MP MLA ഒക്കെ ദേ റെപ്രസെൻറ്റ് ചെയ്ത പീപ്പിൾ. അവർ ചോദിച്ചാൽ ഇവർ ടെക്നിക്കലി അംബാസഡർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ദേ ഹാവ് ടു റെസ്പോണ്ട് ടു ദി MP ബിക്കോസ് ഒരു ലെജിസ്ലേച്ചറിൽ അവരാണല്ലോ മുകളിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആഷിഖ് രഘുവിൻ്റെ ആണെങ്കിലും ഇവരാണെങ്കിലും പാലക്കാടുള്ള മണികണ്ഠൻ MP മുതൽ ഡൽഹിയിലുള്ള MP വരെ എല്ലാവരും അയച്ചിട്ടുണ്ട്. പല കേന്ദ്രമന്ത്രിമാർ വിളിച്ച്, ഇപ്പോൾ സുരേഷ് ഗോപി വിളിച്ചിരുന്നു, കുറേ പേര് വിളിച്ചിരുന്നു ഇതിന് വേണ്ടിയിട്ട്. സോ ദ പ്രഷർ ഇസ് ഹൈ, ദേ വുഡ് ഹാവ് സെൻഡ് ഇറ്റ്. ഇപ്പം ഇന്നിപ്പോൾ മരിച്ച ആളുടെ ആണെങ്കിലും പാർട്ടി സെക്രട്ടറി മുതൽ വിളിക്കും മുകളിലും താഴെ വരെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇതും ഒരു ടൈപ്പ് ഇവിടുത്തെ പോലെയല്ല. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചാൽ വീട്ടിൽ ആദ്യം ആരെത്തി, ഇതൊക്കെ ഒരു മീഡിയയുടെ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. അത് മാർക്കറ്റിംഗ് ആക്കാൻ വേണ്ടി ഇന്ന കാര്യത്തിൽ ഞാൻ പോയിരുന്നു, ചെയ്തോ ഇല്ലെന്നുള്ളതല്ല. അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വിളിച്ച് പെട്ടെന്ന് അയക്കണം.
ഓക്കെ. എവിടുന്ന് പെട്ടെന്ന് അവിടെ പ്രൊസീജിയർ ഉണ്ട്, ഓരോ രാജ്യത്ത് പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ അത് പലരും മനസ്സിലാക്കില്ല. പിന്നെ ദാറ്റ് ഇസ് ദ വേ ഓഫ് ലൈഫ്. ഓക്കെ ഓക്കെ. എന്നാൽ പിന്നെ എന്നാ നീ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരുന്നു ചേട്ടാ. അവസാനമായിട്ട് നമ്മുടെ യങ് ഓൺടർപ്രണേഴ്സിന് ഒരു ഫൈനൽ അഡ്വൈസ് കൊടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യങ് ഓൺടർപ്രണേഴ്സ് ഒറ്റ അഡ്വൈസേ ഉള്ളൂ. അതായത് ഒരു കാര്യം ചിന്തിക്കുക, നമ്മളെല്ലാവരുടെയും അവർ ലൈഫ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ആരും ഉണ്ടാകാൻ പോകുന്നില്ല കാലാകാലം. സോ ക്രിയേറ്റ് എ മാർക്ക് വിച്ച് ക്യാൻ സ്റ്റേ ഫോർ എവർ. നമ്മളെ ഔട്ട്ലീവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റും ചെയ്യും. പിന്നെ എപ്പോഴും ഒരു പെയിൻ പോയിന്റ് ഉണ്ടാവും. ആ പെയിൻ പോയിന്റ് ആണ് നിങ്ങൾ വിടാതിരിക്കുക. ആ പെയിൻ പോയിന്റ് എല്ലാവർക്കും വരും. ആ പെയിൻ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദ ഹോൾ ഇഷ്യൂ ഇസ് ഫൈൻ. സോ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെയും നമ്മളെക്കാൾ എസ്റ്റാബ്ലിഷ് ആൾക്കാരെയും നമ്മൾ ഫ്രണ്ട്സ് ആക്കുക. നേരത്തെ ചോദിച്ച നെറ്റ്വർക്കിൻ്റെ കാര്യം പോലെ ഇപ്പോൾ യൂസഫ് ഭായ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ലക്കാണ്. അഗൈൻ ഐ വാസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഈ ഓപ്പറേഷൻ ഗംഗ കാരണം ഐ വാസ് ഇൻവൈറ്റഡ് ഒരു മറ്റേ ഫോറിൻ മിനിസ്റ്ററുടെ ജയശങ്കറിൻ്റെ ഒരു ഡിന്നറിന്. അവിടെ പോയപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് യൂസഫ് ഭായെ കാണുന്നത്. സോ പൊതുവേ യൂസഫ് ഭായ് എന്ന് പറയുന്ന ഒരു 30 പേര് കൂടെ ഉണ്ടാവും. ആ എല്ലാ തിരക്കിലും പുള്ളിക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഡിന്നർ ആയതുകൊണ്ട് അവിടെ ഇറ്റ് വാസ് മോർ പ്രൈവറ്റ്. അതുകൊണ്ട് ഐ ഗോട്ട് എ ഗുഡ് 15 minutes ടു ടോക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഒബ്വിയസ്ലി പുള്ളിക്ക് ആ ഓർമ്മയുണ്ടായിരുന്നു. ഇനിയിപ്പം മിഡിൽ ഈസ്റ്റ് പോയപ്പോഴും യൂസഫ് ഭായിക്ക് ഇപ്പം എന്നെ കണ്ടോണ്ടോ എന്നോട് പരിചയപ്പെട്ട ഒരു ആവശ്യമില്ല. പക്ഷെ ദാറ്റ് ഈസ് എ ക്വാളിറ്റി. സി ഹീസ് ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. അങ്ങനത്തെ ആൾ ഒരിക്കലും യൂസഫ് ഭായി പോകുമ്പോൾ നമുക്കൊരു ചെറുപ്പം ഫീൽ ചെയ്യില്ല. ദാറ്റ് ഈസ് എ ക്വാളിറ്റി. അപ്പം അതൊക്കെയാണ് പഠിക്കേണ്ടത്. യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഈ ആൾക്കാരെ അവർ ഐഡിയലാണ് അല്ലെങ്കിൽ അവരെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരവിടെ എത്തി എന്നുള്ളതിൻ്റെ ക്വാളിറ്റിയാണ്. ഈ നേരെ ചോദിച്ച നെറ്റ്വർക്കിംഗ്, പുള്ളി എത്ര രാജാക്കന്മാരെ കൂടെ ദിവസം ഇരിക്കുന്നുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ ഇറ്റ്സ് നെറ്റ്വർക്കിംഗ്. ആ നെറ്റ്വർക്കിംഗ് ഒരു കാര്യമുള്ളൂ, എപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ആസ്ക്. യൂസഫ് ഭായ് ആണെങ്കിലും നമ്മളാണെങ്കിലും 24 മണിക്കൂർ നമുക്കുള്ളൂ, അവർക്കും ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ആവശ്യമുണ്ട്, ഒരു ഹലോ പറയണം, നെവർ ഹെസിറ്റേറ്റ്. ഒരു സേയിങ് ഉണ്ട്, ഇഫ് യു നെവർ ആസ്ക് ദി ആൻസർ ഇസ് ഓൾവേസ് നോ. ചോദിച്ചാൽ അത് പ്രോബബിലിറ്റി 50% ആയി. യങ്സ്റ്റേഴ്സ് ആണ്, ഒരു ഐഡിയ ഉണ്ട്. പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആരൊക്കെ തെറ്റിപ്പോയി മലയാളിയുടെ പേര് പറയണേ, മലയാളിന്ന് പേരിടുന്നതിന് മുന്നേ ഐ ഡിസ്കസ് വിത്ത് മെനി പീപ്പിൾ. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റുപ്പിഡ് ഐഡിയ യു കെൻ എവർ ഡു. ഹൂ പുട്ട്സ് എ നെയിം? അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, യെസ്, വെൻ പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്, വെൻ പീപ്പിൾ ഡോണ്ട് നോ, അതാണ് ചെയ്യേണ്ടത്. അന്നൊരു 5 പേരോട് പറയുന്നത് ഇതാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്യില്ല പീപ്പിൾ. അപ്പോൾ യങ്സ്റ്റേഴ്സിന് അവർക്കൊരു ഐഡിയ ഉണ്ട്, ഐഡിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോ മാറ്റർ ഹൗ മെനി പീപ്പിൾ യു ഡിസ്കസ് വിത്ത്, ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ വിഷൻ ഒരിക്കലും മറ്റവർക്ക് ഉണ്ടാവില്ല. സോ അത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക ആൻഡ് ട്രൈ ടു ക്രിയേറ്റ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത് ചെയ്താൽ ഇത്ര പ്രശ്നം വരും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് ചെയ്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ട്രിഗർ, അത് മാത്രമേ ആവശ്യമുള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ then you will do things. പിന്നെ ഈ പറയുന്ന ഒരു സിമ്പിൾ ലൈൻ ആണെങ്കിലും പലർക്കും അതിൻ്റെ ഒരു റിയലൈസേഷൻ പോയിന്റ് വരെ ആയിരിക്കും. അതായത് you've got one life to live. when you realize it, you start living. ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് ഈസ് ഈസി. അതെ, പലരും പല പ്രശ്നങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്നവരെ കാര്യം ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ നന്നായിട്ട് മോട്ടിവേറ്റ് ആകും, ചിലവർക്ക് ഇതിലേറെ അപ്പുറമാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാണ് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അത് കേൾക്കുന്ന പല ആൾക്കാർ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ഓരോ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം സോൾവ് ചെയ്യലാണ് ഓൺട്രപ്രണർഷിപ്പ്. യെസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതെ, 1 by 1 നിങ്ങളൊക്കെ പ്രശ്നം സോൾവ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ചന്തു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്. നിങ്ങളുടെ എല്ലാ എപ്പിസോഡും കാണലുണ്ട്, എൻ്റെ ക്വാളിറ്റിയും ഭയങ്കര നല്ലതാണ്. ഇനിയും വളരട്ടെ. താങ്ക് യു ചേട്ടാ. നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഷുവർ. ഓക്കെ, ബൈ.